നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. മണിപ്പൂർ കലാപം 2 മാസത്തോടടുക്കുമ്പോൾ ഇപ്പോഴും ആ കൊച്ചു സംസ്ഥാനം അശാന്തമാണ്. മണിപ്പൂർ കത്തുകയാണ്. ഈ 2 മാസത്തിനുള്ളിൽ നിരവധി ക്രൈസ്തവ ദേവാലയങ്ങളാണ് മണിപ്പൂരിൽ ആക്രമിക്കപ്പെട്ടത്. ആയിരങ്ങൾ അഭയാർത്ഥികളായി പലായനം ചെയ്യപ്പെട്ടു. നിരവധി വീടുകൾ തകർക്കപ്പെട്ടു. മണിപ്പൂരിൻ്റെ കണ്ണീർ ഭാരതത്തിൻ്റെ കണ്ണീരായി മാറിയിരിക്കുകയാണ്. ഇത്രത്തോളം അരാജകത്വം, ഇത്രത്തോളം അക്രമങ്ങൾ മണിപ്പൂർ സംസ്ഥാനത്ത് ഇപ്പോഴും നടമാടുമ്പോൾ ക്രൈസ്തവ സമൂഹത്തെ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമൂഹത്തെ ആശങ്കപ്പെടുത്തുന്നത് ഭരണകൂടത്തിൻ്റെ കുറ്റകരമായ ചില മൗനം തന്നെയാണ്. ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ക്രൈസ്തവരെ വേട്ടയാടുന്നത് ആരാണ്? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു BJP-യിൽ നിന്നും അഡ്വക്കേറ്റ് ശ്രീ നോബിൾ മാത്യു, ഒപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ആൻഡോ അക്കര. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ അഡ്വക്കേറ്റ് നോബിൾ മാത്യു, നമുക്കറിയാം മെയ് 3-ാം തീയതിയാണ് ഭാരതത്തിന്റെ കണ്ണീരായി തീർന്ന, ഭാരതത്തിന്റെ ഒരു വേദനയായി തീർന്ന ഒരു മണിപ്പൂർ കലാപം ആരംഭിച്ചത്. ഈ ജൂലൈ 3-ാം തീയതി ആ കലാപം 2 മാസത്തോട് അടുക്കുന്നു. നിരവധി ദേവാലയങ്ങളാണ് അവിടെ തകർക്കപ്പെട്ടത്. കലാപത്തിന്റെ ആദ്യ ദിനങ്ങളിൽ ഇരു ഗോത്രങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷം എന്ന നിലയിൽ വ്യാഖ്യാനിക്കപ്പെട്ട ആ ഒരു കലാപം പിന്നീട് ഒരു ക്രൈസ്തവരെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഘർഷമായി രൂപാന്തരപ്പെടുന്നു. പ്രത്യേകിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളൊക്കെ ആക്രമിക്കപ്പെടുന്നു, ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നു. ഒപ്പം തന്നെ സൈന്യം സംസ്ഥാനത്ത് ഇറങ്ങുന്നു. ഒപ്പം തന്നെ പാരാമിലിറ്ററി ഫോഴ്സസ് ഒക്കെ അവിടെ സമാധാനം സ്ഥാപിക്കുവാനായി രംഗത്തുണ്ട്. പക്ഷേ എന്നിട്ടും ഈ ഒരു ദിനം വരെ പ്രധാനമന്ത്രിയുടെ മൗനം ഭാരതത്തെ, പ്രത്യേകിച്ച് ക്രൈസ്തവ ജനതയെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഈ ഒരു കലാപം 2 മാസത്തോടടുക്കുമ്പോഴും ശക്തമായ ഒരു ഭരണ സംവിധാനമാണ് കേന്ദ്രത്തിലുള്ളത്. പക്ഷേ കേന്ദ്രത്തിന് എന്തുകൊണ്ടാണ് ഈ ഒരു കലാപം, അവിടെ ഒരു സംഘർഷം അടിച്ചമർത്താൻ സാധിക്കാതെ പോകുന്നത്? അഡ്വക്കേറ്റ് നോബിൾ മാത്യു. ഒന്നാമതേ തന്നെ പ്രധാനപ്പെട്ട ചോദ്യം പ്രധാനമന്ത്രിയുടെ മൗനം സംഭവിച്ച അത് പ്രകാരമാണ്. എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ നരേന്ദ്രമോദിജി മൗനം പാലിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ശക്തനായ ഭരണാധികാരിയാണ്, ഭാരതം ശക്തമായ കരങ്ങളിൽ ആണ്. അപ്പൊ ഇതുപോലുള്ള ഈ മണിപ്പൂരില്, അതുപോലെ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ ഇതിനു മുമ്പ് കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു വർഗീയ കലാപമല്ല, ഒരു വംശീയ കലാപമാണ്. ഇതൊരു ഹിന്ദു ക്രിസ്ത്യൻ കലാപമല്ല, ഇത് വംശങ്ങൾ തമ്മിലുള്ള കലാപമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഭാരതത്തിൽ ഇങ്ങനെ വംശീയ കലാപങ്ങൾ നടക്കുമ്പോൾ ഭാരതത്തിലെ ജനങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്നത്. ഇക്കാലം അത്രയും അങ്ങനെ വംശീയ കലാപങ്ങൾ നടന്നപ്പോൾ ഭാരതത്തിൽ നിരവധി പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു, അതിനുശേഷം ഇന്ദിരാഗാന്ധി വന്നു, വാജ്പേയിജി വന്നു, മൻമോഹൻ സിംഗ് വന്നു, PV നരസിംഹറാവു വന്നു. അങ്ങനെ എത്രയോ പ്രധാനമന്ത്രിമാർ വന്നു. ആ പ്രധാനമന്ത്രിമാരൊന്നും ഒരു വംശീയ കലാപം നടക്കുമ്പോൾ ഈ കാര്യത്തിൽ പ്രതികരിച്ചില്ല. ആ സമയത്ത് അത് പരസ്യ പ്രസ്താവന നടത്തി. ആ വംശീയ കലാപം നടന്നപ്പോൾ പരസ്യ പ്രസ്താവന നടത്തിയ ഏക പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സിഖ് കലാപം നടന്നപ്പോൾ രാജീവ് ഗാന്ധി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ഒരു വലിയ മരം കടപുഴകി വീഴുമ്പോൾ താഴെയിട്ടുള്ള ചെറിയ ചെറിയ മരങ്ങളൊക്കെ വീഴും എന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ പരിണിത ഫലം എന്താണ്? നമ്മളെല്ലാവരും അനുഭവിച്ചതാണ്. അപ്പോൾ സാധാരണ ഒരു രാജ്യത്തും ഒരു പ്രധാനമന്ത്രിമാരും ആ സമയത്ത് പ്രതികരിക്കില്ല, പക്ഷെ വേണ്ടത് ചെയ്യും. ഇവിടെ അമിത്ഷാജിയെ കാര്യങ്ങൾ, ആഭ്യന്തരമന്ത്രിയുണ്ട്, അദ്ദേഹം പോയി, പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയി, ഈജിപ്തിൽ പോയി, തിരിച്ചു വന്ന ഉടൻ അമിത്ഷാജിയുമായിട്ട് സംസാരിച്ചു, തിരിച്ചു വന്ന ഉടൻ അതിന് ബന്ധപ്പെട്ട എല്ലാവരുമായിട്ട് സംസാരിച്ചു. അവിടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നു, ഈ കലാപം 30 ദിവസത്തിനകം തീരാൻ പോകും. പക്ഷേ ഈ കലാപത്തെ ഒരു ക്രിസ്ത്യാനികളെ കൊല്ലുന്നു, അല്ലെങ്കിൽ പള്ളികൾ ആക്രമിക്കപ്പെടുന്നു എന്ന രീതിയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. പള്ളികൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, ഞാനത് ക്രിസ്ത്യാനികൾക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇതെന്താ ഈ സംഭവം? യഥാർത്ഥത്തില് മെയ്തികള് എന്ന വിഭാഗം, അതൊരു ഗോത്രവർഗ വിഭാഗമാണ്. പക്ഷെ അവരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന വാലിയിലാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത്
അവര് പട്ടികവർഗത്തിൽപ്പെട്ടവരായിരുന്നു. അതിനുശേഷമാണ് ഭരണഘടന ഉണ്ടായത്. ആ ഭരണഘടന ഉണ്ടായി 1951 ഭരണഘടന ഉണ്ടായ ശേഷമാണ് ഈ പട്ടിക തയ്യാറാക്കുന്നത്. ഓരോ വിഭാഗക്കാരെ ഏത് പട്ടികയിൽപ്പെടുത്തുക, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിൽ പെടുത്തുന്ന സമയത്ത് ഇവരെ പട്ടികവർഗത്തിൽ നിന്നും അവരെ ഒഴിവാക്കി. അവരില്ല. നമ്മുടെ എഗ്രിമെന്റ്സ് പ്രകാരമൊക്കെ ഇവരെ ഉൾപ്പെടുത്തണമായിരുന്നു. പക്ഷെ അതിനുശേഷം അവര് ദീർഘമായിട്ട് അതിനുവേണ്ടി പോരാടി. ആ പോരാട്ടങ്ങൾ പല ഗവൺമെന്റുകൾ മാറി മാറി വന്നു. അങ്ങനെ പോരാടി സമയത്ത് 2013 പെട്ടെന്ന് മൻമോഹൻ സിംഗിന്റെ സർക്കാർ അങ്ങോട്ടൊരു ഉത്തരവ് കൊടുക്കുക. എന്താണ്? ഇവരെ പട്ടികവർഗ വിഭാഗത്തിൽ പെടണം. സാധാരണ ഒരു വിഭാഗത്തെ പട്ടികവർഗത്തിൽ പെടുത്തണമെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ അവിടുത്തെ സംസ്ഥാന ഭരണമാണ് കേന്ദ്ര സർക്കാരിനോട് അപേക്ഷിക്കുന്നത്. അതിന് ഘടകമെഴുത്തമായിട്ട് ഇവരെ ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ് ആവശ്യപ്പെട്ടത്? അന്ന് കേന്ദ്രം ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ്, മണിപ്പൂർ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ്. അപ്പൊ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ ചില കുളം കലക്കി മീൻ പിടിക്കാൻ വേണ്ടി ഒരു ശ്രമമാണ് നടത്തിയത്. ആ ശ്രമത്തിന്റെ അവസാനം അതും പിന്നെ ഇങ്ങനെ കിടന്നു. അവസാനം ഹൈക്കോടതിയിൽ കേസ് വന്നു. നമ്മുടെ മാർച്ച് മാസത്തിൽ ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോൾ സാധാരണ ഇങ്ങനെ റെപ്രസെന്റേഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുമ്പോൾ പറയും ദ പെറ്റീഷണർ ഹാസ് ഫൈൽഡ് എ റെപ്രസെന്റേഷൻ ബിഫോർ ദി റെസ്പോണ്ടന്റ്. ദ റെസ്പോണ്ടന്റ് വിൽ കൺസിഡർ ആൻഡ് ഡിസ്പോസ് ഓഫ് ദാറ്റ് റെപ്രസെന്റേഷൻ വിതിൻ 1 month ഫ്രം ടുഡേ എന്നൊക്കെ പറഞ്ഞ് ഓർഡർ ഇടും. അങ്ങനെ നമ്മുടെ കേരളത്തിലെ ചില ജഡ്ജിമാര് ഇഫ് ദാറ്റ് റെപ്രസെന്റേഷൻ ഈസ് നോട്ട് ഫൈൽഡ് then the petitioner is allowed to file that representation, and when it reaches that respondent, the respondent will be allowed to dispose of that representation എന്നൊക്കെ പറഞ്ഞ ജഡ്ജിമാരൊക്കെ നമ്മുടെ ഇവിടെയുണ്ട്. ചില ജഡ്ജിമാരുണ്ട് പറയും നിങ്ങൾ റെപ്രസെന്റേഷൻ അയച്ചു, ആലപ്പുഴ വരെ എത്തിയില്ലല്ലോ, എന്നിട്ടാണോ നിങ്ങൾ പെട്ടെന്ന് വരുന്നത് എന്നൊക്കെ പറയുന്നത്. അത് കോടതിയുടെ ഒരു ഇതുണ്ട്. പക്ഷെ ഇവിടെ അത് പറഞ്ഞ ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ ജഡ്ജി തന്നെ പറഞ്ഞു ഇത് ഉടനെ ഇവർക്ക് പട്ടികവർഗ പദവി കൊടുക്കണം. ആ ജഡ്ജ്മെന്റ് ശരിയാണോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. ആ ജഡ്ജ്മെന്റ് വന്നപ്പോഴേക്കാണ് അവിടെ കലാപഭൂമിയായിട്ട് മാറിയത്. സുപ്രീം കോടതിയിൽ അതിനെ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ ഫലമായിട്ട് അവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മെയ്ത്തികളില് കൂടുതലും ആരാണ്? കൂടുതൽ ഹിന്ദു വിഭാഗക്കാരാ. അവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ വിഭാഗക്കാരുള്ള അവിടുത്തെ സംഘടന നാഗ വർഗമാണ്. ആ നാഗാവർഗം ഇവിടുന്ന് നമ്മുടെ 2-3 പേര് അവിടെ പോയല്ലോ. ആ പോയപ്പോൾ പോലും അവരെ ഓടിച്ചുകൊണ്ട് പോയിരുന്ന നാഗ ഡ്രൈവറാണ്. ആ നാഗ ഡ്രൈവർ നാഗ വർഗത്തിൽപ്പെട്ട കൂടുതൽ ആൾക്കാരും ക്രിസ്ത്യാനികളാണ്. അപ്പൊ ആ ക്രിസ്ത്യാനികളെ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ചിട്ടില്ല. ശ്രീ നോബൽ മാത്യു, എന്റെ ഒരു സംശയം, അങ്ങ് ഈ അവിടെ നടന്നത് ഒരു ഹിന്ദു ക്രിസ്ത്യൻ സംഘടനമല്ല, പക്ഷെ ഒരു ഹിന്ദു ക്രിസ്ത്യൻ സംഘടനമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഞാൻ പറയുന്നു, എന്റെ ഒരു പ്രവാചകൻ പറയുന്ന പോലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് 30 ദിവസത്തിനകം തീരും. ഈ ഭാരതത്തിൽ ഇതിനു മുമ്പ് മണിപ്പൂരും നാഗാലാൻഡും ഒക്കെ വംശീയ കലാപം നടന്നിട്ടുണ്ട്. അത് വർഷങ്ങൾ നീണ്ടു. പക്ഷെ ഇത് വർഷങ്ങൾ നീളുന്നില്ല, വെറും 30 ദിവസത്തിനകം തീരാൻ പോവുകയാണ്. ഇപ്പോൾ കള്ളപ്രചരണം നടത്തിയിരിക്കുന്ന പലരുടെയും മുഖങ്ങൾ പുറത്താകും. ഇപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ പലരുടെയും മുഖങ്ങൾ പുറത്താകും. ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്താ? കഴിഞ്ഞ ദിവസം ചില പത്രക്കാരെന്നെ വിളിച്ചു ചോദിച്ചു, കേരളത്തില് അനുകൂലമായിട്ട് BJPയും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ അനുകൂലമായിട്ട് ചിന്തിക്കുന്ന ഒരു സാഹചര്യം വന്നു. ഞാനത് അതിലേക്ക് അടുത്ത ഘട്ടത്തിൽ കടക്കാൻ അങ്ങ് ഇപ്പോൾ പറഞ്ഞതിന്റെ ഇത്രയേ ഉള്ളൂ. ഈ പ്രശ്നം അധികം താമസിയാതെ തീരും. പ്രധാനമന്ത്രി ആ കാര്യത്തിൽ അങ്ങനെ പറയേണ്ട കാര്യമില്ല. അതിന് കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ. നോബൽ മാത്യു, എന്റെ 1-2 സംശയങ്ങൾ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി. അങ്ങ് നേരത്തെ രാജീവ് ഗാന്ധിയുടെ ഒരു പ്രതികരണം കോട്ട് ചെയ്തു. ഇപ്പോൾ ഒരു വൻവൃക്ഷം വീഴുമ്പോൾ അതിന്റെ താഴെയുള്ള വൃക്ഷങ്ങൾ അതിന് ദോഷം സംഭവിക്കും എന്നൊക്കെ പറഞ്ഞൊരു ട്വീറ്റ്. പക്ഷെ എങ്കിൽ പോലും ഇരു വിഭാഗങ്ങളോടും ഒരു സമാധാനത്തിന് ല്ലേ? ഇപ്പോൾ നേരത്തെ അങ്ങ് രാജീവ് ഗാന്ധിയുടെ കേസ് നമ്മൾ അതിന്റെ ഒരു മെറിറ്റിലേക്ക് നമ്മൾ കടക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഇരു വിഭാഗങ്ങളോടും ഇപ്പൊ കുക്കി മെയ്തി വിഭാഗങ്ങൾ തമ്മിൽ നിങ്ങൾ സമാധാനം പാലിക്കൂ, അങ്ങനെ ഒരു ട്വീറ്റ് എന്തുകൊണ്ട് പ്രധാനമന്ത്രി ചെയ്യുന്നില്ല എന്നുള്ളൊരു ആശങ്കയാണ് ന്യൂനപക്ഷ സമൂഹങ്ങൾക്കിടയിലുള്ളത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി പല വിഷയങ്ങളിലും ഇപ്പോൾ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, അന്താരാഷ്ട്ര കാര്യങ്ങളായിക്കോട്ടെ, അത് വളരെ നല്ല കാര്യം. കാരണം പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു അന്താരാഷ്ട്ര ഇമേജുള്ള മികച്ചൊരു ഭരണാധികാരി തന്നെയാണ്. പക്ഷെ എന്നിട്ടും ഈ ഒരു വിഷയത്തിൽ ഒരു ട്വീറ്റെങ്കിലും
ഒരു സമാധാനം പാലിക്കൂ, നമ്മുടെ രാജ്യത്ത് അഖണ്ഡത, ഐക്യം കാത്തു സൂക്ഷിക്കൂ അതൊരു നിർദോഷകരമായിട്ടുള്ള ഒരു ട്വീറ്റില്ല. പക്ഷെ ആ ഒരു ചെറു ട്വീറ്റ് ഉണ്ടാക്കാവുന്ന ഇമ്പാക്ട് വളരെ വലുതാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നില്ല എന്നൊരു ചോദ്യം വളരെ പ്രസക്തമല്ലേ ശ്രീ നോബിൾ മാത്യു? ഞാൻ ഉത്തരം പറയാം. നമ്മുടെ 2014 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മുടെ പള്ളികളിലൊക്കെ മുഴുവൻ പള്ളികളിലും പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥന നടത്തി, കർത്താവേ, ദൈവമേ, ജഗദീശ്വര, ഈ ഭാരതത്തിന് പറ്റിയ ഒരു ഭരണാധികാരി ഇവിടെ വരണമേ, ഭാരതത്തിലെ മുന്നോട്ട് നല്ല രീതിയിൽ നയിക്കുന്ന ഭരണാധികാരി തരണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചാണ്. അങ്ങനെ നമ്മുടെ പള്ളികളിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു, മഠങ്ങളിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ അവസാനം ദൈവം നമുക്ക് തന്ന, കേരളത്തില് ഇങ്ങനെ എതിരായെങ്കിലും ദൈവം നമുക്ക് തന്ന ഭരണാധികാരിയാണ് നരേന്ദ്രമോദിജി. ആ നരേന്ദ്രമോദിജിക്ക് എപ്പം എന്ത് ചെയ്യണം എന്ന് അദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അത് അദ്ദേഹം ചെയ്യും. അത് ഈ ട്വീറ്റ് പോലും ഇതിനു മുമ്പ് ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രിമാരും അങ്ങനെ ട്വീറ്റ് ചെയ്തില്ല. അന്ന് ട്വിറ്റർ ഇല്ലായിരുന്നെന്ന് ഞാൻ വേണേ പറയാം. പക്ഷെ അന്ന് പോലും അവരൊരു വാക്ക് പറഞ്ഞില്ല, അവര് ആക്ട് ചെയ്തു. ആക്ട് ചെയ്തിട്ട് പോലും പല കാര്യങ്ങളും അവസാനം ഒത്തിരി താമസിച്ചു. ഇപ്രാവശ്യം ഒച്ചിഴയുന്ന വേഗത്തിലാണ് അന്ന് കാര്യങ്ങൾ നീങ്ങിയത്. ഇപ്പൊ ഞാൻ പറയുന്നു, നിങ്ങൾ കേട്ടോ, ഒരു 30 ദിവസത്തിനകം തീരും. നമ്മളെല്ലാം ജീവിക്കുന്ന ഭാരതത്തിലല്ലേ. അപ്പൊ അതിനിടയ്ക്ക് അങ്ങനെ ഒരു ട്വീറ്റ് കാര്യമില്ല. മുറിവേറ്റ ആൾക്കാരുണ്ട്, അത് അവരുടെ വികാരങ്ങളോടൊക്കെ നമ്മളെല്ലാവരും പങ്കുചേരുന്നു, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. പക്ഷെ മുറിവേറ്റവരെക്കാൾ കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ആൾക്കാരാണ് ഭാരതത്തിൽ കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നു. അങ്ങ് പറഞ്ഞ ഈ 30 ദിവസത്തെ ഒരു കണക്ക് നമുക്ക് മണിപ്പൂരിൽ നിന്നും ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച് ഇപ്പോൾ കുക്കി, മെയ്തി വിഭാഗങ്ങൾ തമ്മിൽ അത് മുറിവ് ഉണക്കാനാകാത്ത വിധം ആഴത്തിലുള്ള മുറിവുകളാണ് അവരുടെ മനസ്സിൽ വന്നിരിക്കുന്നത്. ഇനി ഒരിക്കലും ഒന്ന് ചേരാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു വിഭജനം അവരുടെ ഇടയിൽ സൃഷ്ടിക്കപ്പെട്ടു. ഈ 30 ദിവസത്തിനകം സംഘർഷം പരിഹരിക്കപ്പെടാം, പക്ഷേ ഉണക്കാൻ സാധിക്കാത്ത ഒരു മുറിവ്, അടുക്കാൻ സാധിക്കാത്ത ഈ ഒരു വിഭജനം, അതിന് എന്താണ് ഒരു പരിഹാരം? നമ്മുടെ നാട്ടിൽ ഉണങ്ങാൻ സാധിക്കാത്ത മുറിവുകളുണ്ടോ? ഇപ്പൊ അങ്ങനെ മുറിവുകൾ ഉണങ്ങാൻ സാധിക്കില്ല എന്ന് പറയുന്നവർ, അത് അങ്ങനെ സ്വപ്നം കാണുന്നവർ, അങ്ങനെ ആഗ്രഹിക്കുന്നവർ, അവര് ആഗ്രഹിക്കുന്ന എന്താ? ഒരു സ്വതന്ത്ര മണിപ്പൂരിന് വേണ്ടി നിൽക്കുന്നു എന്നുള്ളാല് ഇന്ത്യയിൽ അത് നടപ്പിലാകാൻ പോകുന്നില്ല. ഇന്ത്യയിൽ ഇപ്പൊ ചിലരൊക്കെ കണ്ട ഒരു സ്വതന്ത്ര മണിപ്പൂർ അവിടെ ഉണ്ടാവട്ടെ. നമ്മുടെ ഭാരതം രൂപം കൊണ്ട സമയത്ത് സ്വതന്ത്ര ഖാലിസ്ഥാന് വേണ്ടി ഖാലിസ്ഥാൻ വാദികൾ, സ്വതന്ത്ര നാഗാലാൻഡിന് വേണ്ടി നാഗാ കലാപകാരികൾ, സ്വതന്ത്ര മിസോറാമിന് വേണ്ടി മിസോ കലാപകാരികൾ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറിയിരിക്കുന്നു. ഇനിയും അങ്ങനെ ഒരു സ്വതന്ത്ര അവിടെ ഉണ്ടാകാൻ മണിപ്പൂർ ഉണ്ടാകുന്ന വിഷയമില്ല. ഇത് മാത്രമല്ല, ലോകത്തൊക്കെ ലോകത്തിന്റെ ഇപ്പൊ കമ്മ്യൂണിസം ഉള്ള ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും, ഉത്തര കൊറിയ കമ്മ്യൂണിസം മാറി ദക്ഷിണ കൊറിയയായിട്ട് യോജിക്കാൻ പോകുന്ന ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉണങ്ങാൻ പറ്റാത്ത മുറിവാണിതെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ഉണങ്ങിയിരിക്കും. ഇതൊക്കെ മതത്തിന്റെ പേരിലല്ലല്ലോ നടന്നിരിക്കുന്നത്, ഇത് വംശത്തിന്റെ പേരിലല്ലേ നടന്നിരിക്കുന്നത്. ആ മുറിവുകൾ ഉണക്കാൻ പറ്റുന്ന തമ്പുരാൻ നമുക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇന്നത്തെ ദിവസം അറിയാമല്ലോ, ഇന്ന് ബലിപ്പെരുന്നാളാണ് കൊണ്ടാടുന്നത്. എന്താ ബലിപ്പെരുന്നാൾ? യഥാർത്ഥത്തിൽ അബ്രാഹാം ഇസഹാക്കിനെ ബലി കൊടുക്കാൻ പോയ അതല്ലേ നമ്മൾ ഇന്ന് ഘോഷിക്കുന്നത്. മറ്റൊരു രീതിയിലാണ് പറയുന്നതെങ്കിലും യഥാർത്ഥ ചരിത്രം അതല്ലേ. അതുകൊണ്ട് ദൈവം ഈ മുറിവുകൾ ഉണക്കും. മനുഷ്യ ഹൃദയങ്ങളെ തമ്മിൽ യോജിപ്പിക്കുവാനും മാറിപ്പോയ മനുഷ്യ മനസ്സുകളെ തമ്മിൽ മതിലുകൾ കൊണ്ട് മതിലുകളെ വേർപെടുത്താൻ ശ്രമിച്ചവർ, ആ ശ്രമങ്ങളൊക്കെ ഇല്ലാതാക്കാൻ കഴിവുറ്റ ഭരണാധികാരി തന്നെയാണ് നരേന്ദ്രമോദി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ ഒരു മുറിവുണക്കൽ കുറച്ച് നേരത്തെ ആയിക്കൂടെ എന്നൊരു ചോദ്യം കൂടി അവിടെ പ്രസക്തമാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ നോബിൾ മാത്യു. ശ്രീ ആൻഡോ അക്കര, നോബിൾ മാത്യു പറഞ്ഞ ചില കാര്യങ്ങളിൽ ചില വ്യക്തത അങ്ങയോട് ചോദിക്കുകയാണ്. പ്രത്യേകിച്ച് മണിപ്പൂർ സന്ദർശിക്കുവാനുള്ള ഒരു അവസരം അങ്ങേക്ക് ലഭിച്ചു. വളരെ റിസ്ക് എടുത്ത് ആ ഒരു മേഖല, മണിപ്പൂർ മേഖല, സംഘർഷഭരിതമായ മണിപ്പൂർ മേഖല സന്ദർശിക്കുവാൻ അങ്ങേക്ക് അവസരം ലഭിച്ചു. ശ്രീ നോബിൾ മാത്യു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ഇതൊരു വംശീയ കലാപമാണ് എന്നൊരു കാര്യം. കഴിഞ്ഞ ദിവസം BJP പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രന്റെ ഒരു അഭിമുഖത്തിലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് വംശീയ കലാപമാണ്, ഇതിൽ മതത്തിന്റെ ഒരു കളർ കാര്യം. ഒപ്പം തന്നെ ശ്രീ നോബിൾ മാത്യു പറഞ്ഞു ഇതൊരു മതപരമായിട്ടുള്ളൊരു സംഘടനമായിരുന്നു, വിഭാഗത്തിൽപ്പെട്ടവർ ആക്രമിക്കപ്പെട്ടില്ല. പ്രത്യേകിച്ച് നാഗ വിഭാഗത്തിൽപ്പെട്ടവർ ഭൂരിപക്ഷവും ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരാണ്. അതിനുള്ള അങ്ങയുടെ മറുപടി ശ്രീ ആൻഡോ അക്കര. എനിക്ക് പറയാനുള്ളത്, എനിക്ക് നോബിൾ മാത്യുവിന്റെ മറുപടി കേട്ട് വളരെ ഒരു തമാശ പോലെ തോന്നി. കാരണം എന്താണെന്നറിയോ, പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഇത് മൗനം ഭജിക്കുന്ന ഒരാൾ പറഞ്ഞില്ല. കഴിഞ്ഞ 9 കൊല്ലത്തിൽ 60 തവണ നോർത്ത് ഈസ്റ്റിൽ പോയ പ്രധാനമന്ത്രിക്ക് മണിപ്പൂര് കത്തിയെരിയുമ്പോൾ ഒരു വാക്ക് പറയാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ദയനീയമാണ്, പത്തറ്റിക്. അതിന് പറയാവുന്ന വാക്ക് ദയനീയമാണ്. കാരണം എന്താണെന്നറിയോ,
അതുപോലെ പ്രധാന PIB ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പബ്ലിസിറ്റി വിങ് മണിപ്പൂരിലെ പത്രങ്ങളിൽ റിലീസ് പ്രസ് റിലീസ് എന്താണെന്നറിയോ? പ്രധാനമന്ത്രിക്ക് മണിപ്പൂരിനെ കുറിച്ച് ഭയങ്കര സ്നേഹമുണ്ട്. അദ്ദേഹത്തിന്റെ മൻ കി ബാത്തിലെ നോർത്ത് ഈസ്റ്റിന് അദ്ദേഹം പലപ്പോഴും ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. പക്ഷെ മണിപ്പൂര് കത്തിയെരിയുമ്പോൾ അദ്ദേഹം ഒരു അക്ഷരം മിണ്ടില്ല. അതൊരു കോൺട്രഡിക്ഷനാണ്, ആഭാസമാണ്. അത് പോട്ടെ, അതിപ്പോ നോബൽ മാത്യുവിന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. 2, ഇതൊരു വംശീയമല്ല. ഹിന്ദു അവിടെ ഇല്ല. മിസ്റ്റർ നോബൽ മാത്യു, നിങ്ങൾ ഒന്നും മനസ്സിലാക്കണം. മണിപ്പൂരിലെ ഇൻഡിജിനസ് റിലീജിയന്റെ പേര് സനമാഹിസം എന്നാണ്. അവിടെ അപ്ലിക്കേഷൻ ഫോമില് അത് എഴുതാനുള്ള സ്വാതന്ത്ര്യം ജനങ്ങൾക്കുണ്ട്. ഹിന്ദുവെന്നും സനമാഹിസെന്നും മുസ്ലിം ക്രിസ്ത്യാനിയെന്നും എഴുതാം. അപ്പൊ നിങ്ങൾ ഇതിനെ ഹിന്ദുവാക്കാണ്. നിങ്ങൾ BJPക്കാര്, സംഘപരിവാർ മണിപ്പൂരിലെ മേറ്റേയികളെ ഹിന്ദുവാക്കാൻ സംഘടിത ശ്രമം 1. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ പറഞ്ഞത് വംശീയല്ല എന്ന് പറഞ്ഞാൽ വർഗീയതയിൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കുന്നില്ല. ഇന്നലെ സുരേന്ദ്രൻ വളരെ ഇവിടെ വാർത്തകളിൽ കണ്ടു. പറഞ്ഞത് എന്താണെന്നറിയോ? ഈ കേരളത്തില് എതിർപ്പും പ്രകടനമൊക്കെ നടക്കുന്നത് BJPയുടെ വളർച്ച കണ്ടതിലുള്ള അസൂയ, നാണക്കേടാണ് ഈ ജാതി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് കേരളത്തെ ജനങ്ങളെ വിട്ടികളാക്കുന്നത്. കാരണം എന്താണെന്നറിയോ? ഈ മെയ് 3 വൈകുന്നേരവും മെയ് 4 രാത്രിക്കും ഇടയില് 247 മെയ്തേയി പള്ളികൾ തകർത്തതാരാ? ഇതൊക്കെ ഒരിക്കലാതെ ചെയ്തു നിങ്ങൾ. ഈ മെയ്തേയി, ആറാംബായ് തെങ്കോൾ, മെയ്തേയി ലുംപൂൺ എന്ന് പറയുന്ന സംഘടനകളാണ് ഈ നടത്തിയിരിക്കുന്നത്. എന്നിട്ട് അവർ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോ പോലീസ് പറയാണ് നീ ഇവിടെ വെയിറ്റ് ചെയ്യുക. FIR വലയം ചെല്ലുമ്പോൾ പോലീസ് പറയുന്നു നീ ഇവിടെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് പോലീസ് വിളിക്കുന്നത് ഐറ്റിനെയല്ല, ആറാംബായ് തെങ്കോളിനെയാണ്. അവർ പോയിട്ട് പാർഷ്യലി ഡാമേജ് ചെയ്ത പള്ളികൾ പൂർണ്ണമായിട്ട് JCB കൊണ്ടുപോയി തകർക്കുന്നു. പിന്നെ അമിത്ഷാ ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ട് മെയ് 29 അദ്ദേഹം മണിപ്പൂരിൽ കാലുകുത്തുന്നത്. ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മണിപ്പൂർ കത്തിയേരിയുമ്പോൾ അദ്ദേഹം അവിടെ ചെല്ലേണ്ടതായിരുന്നു. എന്താദ്യം കർണാടകയിലെ ഇലക്ഷൻ നടത്തി നടക്കായിരുന്നു പ്രധാനമന്ത്രി അവിടെ പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ പറഞ്ഞില്ലേ രാജ്യത്തിന്റെ പുരോഗതിയും സബ്കസാത്തും. ആ പ്രധാനമന്ത്രി കർണാടകയിൽ പറഞ്ഞിരുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ വോട്ടർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ജയ് ഹനുമാൻ എന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്യണം. അപ്പൊ ഈ സബ്കാ സാത്ത് എല്ലാവർക്കും വ്യക്തമായി, ഇപ്പൊ വളരെ ക്ലിയർ ആണ്. ഇനി അത് പോട്ടെ. ഈ അമിത്ഷാ മണിപ്പൂർ സന്ദർശിക്കുന്ന ദിവസം സുലുലു എന്ന് പറയുന്ന കൊച്ചു പട്ടണത്തിലെ കാത്തലിക് പള്ളി കത്തിക്കുന്നു, കന്യാസ്ത്രീകളെ പുറത്താക്കുന്നു, ഹോസ്റ്റൽ ഒക്യുപ്പൈ ചെയ്യുന്നു. എന്നിട്ട് അവരോട് പറയാതെ ഇത് ഹിന്ദു സ്റ്റേറ്റ് ആണ്. എന്നിട്ട് നിങ്ങൾ പറയുന്ന ഒരു വർഗീയതയല്ല, ഇത് എന്ത് നാണല്ല പരിപാടിയല്ല. ഇങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നേ? ഞാൻ മണിപ്പൂരിലേക്ക് നിന്ന് കണ്ട് റിപ്പോർട്ട് ചെയ്ത് വന്ന ആളാണ്. നിങ്ങൾ ഇവിടെ നിന്ന് കേരളത്തിൽ എന്തെങ്കിലും കുറെ നുണകൾ പറഞ്ഞ സത്യമെന്ന് വിചാരം? ഇതിന് വർഗീയത ഇല്ല എന്ന് പറയുന്നത് പച്ചക്കള്ളാണ്. നമ്പർ 1. മെയ്തേയി മെജോറിറ്റി പിന്നെ വേറൊരു പോയിന്റ് കൂടി ഉണ്ട്. ഈ അക്രമമൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് RSSന്റെ ഓർഗനൈസർ എഡിറ്റോറിയലാണ് എന്താണ്? ദിസ് ഈസ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദ ചർച്ചസ്. ഇതിലെവിടെ ഈ ചർച്ചസ് വരുന്നത്? എന്തിനാണ് RSS ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്തത്? അതിനിടയ്ക്ക് RSS എന്താ പറയാ, നമ്മളുടെ RSSന്റെ അനുഭാവികളായ കുറെ പത്രങ്ങളുണ്ട് ഇന്ത്യയിൽ, നാഷണൽ മീഡിയ പോലും. അവര് പറയാണ് നോർത്ത് ഈസ്റ്റ് വാസ് ലീസ് ടു ദ ക്രിസ്ത്യൻസ് 60 years ago ബൈ നെഹ്റു. ഇത്തരം വാർത്തകളൊക്കെ പരത്തി ഈ ജനങ്ങളെ വിട്ടികളാക്കുന്ന പരിപാടിയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ ഒന്ന് യാഥാർത്ഥ്യം അക്സെപ്റ്റ് ദ റിയാലിറ്റി. വ്യക്തമാണ്. അത്രയും ഭംഗിയായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് ഒരാൾ ഇത് എതിർക്കാനില്ലല്ലോ. നാഗക്കാരെ ആക്രമിച്ചില്ല എന്ന്. നാഗകളെ നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഗ്രേറ്റർ നാഗാലാൻഡ് റിയാലിറ്റിയാണ്. നിങ്ങളുടെ BJP ഗവൺമെന്റ് നേരം വിളിക്കുമ്പോൾ നാഗാലാൻഡിൽ കോൺഗ്രസ് ഗവൺമെന്റ് ആവും, അറിയോ? അപ്പൊ നിങ്ങൾ ഈ നാഗാലാൻഡിലെ ചർച്ചിനെ നാഗാ ട്രൈബ്സിനെ തൊട്ട് കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസ് വേറെയാണ്. ഇതൊന്നും അറിയാതെ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് കേരളത്തിലെ ജനങ്ങളോട് ഇങ്ങനെ വായിക്കെ പറഞ്ഞ് ഞാൻ പറയാം, ദൈവത്തെ ഓർത്ത് പ്ലീസ്. നിങ്ങളൊരു ക്രിസ്ത്യാനി എന്ന പേര് നോബൽ മാത്യു, കേൾക്കുന്നുണ്ടോ? ഞാനൊന്ന് ഇടപെടുകയാണ്. ഒരു കാര്യം, ജനങ്ങളെ വെട്ടികളാക്കുന്ന പരിപാടി ചെയ്യരുത്. ശ്രീ ആന്റോക്കര, ഒരു കാര്യം, അങ്ങ് BJPക്കെതിരെയും പ്രത്യേകിച്ച് RSSനെതിരെയും വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അവിടെ പോയ ഒരു വ്യക്തി എന്ന നിലയിൽ അങ്ങ് ഉന്നയിക്കുന്നു. പക്ഷേ മറ്റൊരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. പ്രത്യേകിച്ച് BJPയുടെ കേന്ദ്രമന്ത്രി തന്നെ അവിടെ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം, അതും ഇംഫാൽ താഴ്വരയിൽ, മേദികൾ ഭൂരിപക്ഷമായിട്ടുള്ള ഇംഫാൽ താഴ്വരയിൽ BJPയുടെ കേന്ദ്രമന്ത്രി തന്നെ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം, അതെങ്ങനെ വിശദീകരിക്കാൻ സാധിക്കും ശ്രീ ആന്റോക്കര? അത് വിലയിരുത്തണം.
ഈ ആറാമ്പായി തെങ്കോളിനും മെയ്റ്റേയ്സിനും അവരുടെ ആ ഒരു നാഷണലിസ്റ്റിക് സ്പിരിറ്റ്. അപ്പൊ എന്താണ് അവരുടെ പ്രൊപ്പഗാൻഡ? മെയ്റ്റേയ് ഗ്രൂപ്പ്സ് പറയുന്നു ഈ കുക്കി സാർ ഇന്ന് ഈ മെയ്റ്റേയ് ലൂപ്പ് എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ പ്രസിഡന്റ് പ്രമോദ് സിംഗ് വയറിൽ വലിയ ഇന്റർവ്യൂ, ഞാൻ ആ ഇന്റർവ്യൂ കാണുകയായിരുന്നു. അപ്പൊ പ്രമോദ് സിംഗ് പറയുന്നത് എന്താണ്? കുക്കികളൊക്കെ ഔട്ട്സൈഡേഴ്സ് ആണ്, കുക്കികളൊക്കെ ഔട്ട്സൈഡേഴ്സ് ആണ്, മെയ്റ്റേയ്സ് ആർ ഓൺലി ദ ലോക്കൽസ്. അപ്പൊ അങ്ങനെ ഒരു പ്രൊപ്പഗാൻഡ വെച്ചിട്ട് മെയ്റ്റേയ് നെറ്റ്വർക്കില് മെയ്റ്റേയ് നാഷണലിസ്റ്റ് ഗ്രൂപ്പ്സ്. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയുന്നു, മിസോറാമില് മെയ്റ്റേയികളും അഭയാർത്ഥികളായ മെയ്റ്റേയികളും കുക്കികളായ ക്രിസ്ത്യാനികളും ഒന്നിച്ച് താമസിക്കുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല. ജനങ്ങളുടെ മധ്യത്തിൽ എല്ലാ പ്രശ്നം. ഇതിനൊക്കെ രാഷ്ട്രീയവൽക്കരിച്ച് ഒരു പൊളിറ്റിക്കൽ വാറായിട്ട് മാറ്റിയിരിക്കുകയാണ് ഇതിന്റെയൊക്കെ. അപ്പൊ അജണ്ടയാണ് അവിടെ വരുന്നത്. അപ്പോ ഈ മെയ്റ്റേയികൾ പറയുന്നത് കുക്കികളൊക്കെ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ്, അവർ പോപ്പി ട്രേഡേഴ്സ് ആണ്, അവര് മ്യാൻമാറിൽ നിന്ന് കന്നവരാണ്, അപ്പൊ അതുകൊണ്ട് അവരെ തകർക്കണം. അങ്ങനെ അവർക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഈ ആറാമ്പായി തെങ്കോൾ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഭീകരമാണ്. കാരണം ഇന്ത്യയിലത്തെ ഓർഗനൈസേഷൻ ഒന്നല്ല, നമ്മള് നാഷണൽ ലെവലിലുള്ള ഓർഗനൈസേഷനേക്കാൾ അപ്പുറം കറുത്ത വേഷം ധരിച്ച് യൂണിഫോമിൽ മാർച്ച് ചെയ്യുന്ന ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെ ലുക്ക് ഉണ്ട് ഈ ആറാമ്പായി തെങ്കോളിന്. അപ്പൊ അങ്ങനെ ആറാമ്പായി തെങ്കോളും മേറ്റൂരി ലുപ്പൂണൊക്കെ പറയുന്നത് എന്താണ്? കുക്കികളെ തകർക്കണം. അത് നടന്നിട്ടില്ല. 50 ദിവസം കഴിഞ്ഞപ്പോൾ രഞ്ജൻ സിംഗിന്റെ വിദേശകാര്യ സഹമന്ത്രിയുടെ വീട് കത്തിച്ചു. അവർ ഇംപേഷ്യൻസ് ആണ്. ഇനി അതിനിടയ്ക്ക് വേറൊരു മിനിസ്റ്റർ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു നോട്ടീസ് ബോർഡ് വെച്ചു, ഒരു സിമ്പിൾ നോട്ടീസ് ബോർഡ്. എന്താണ്? പ്ലീസ് സറണ്ടർ ദീസ് സ്നാച്ച്ഡ് വെപ്പൺസ്, പ്ലീസ് ഡു ഇറ്റ്. വളരെ പത്തറ്റിക് ആയിട്ടുള്ള അപ്പീലാണ്. അതുകൊണ്ട് ആ മിനിസ്റ്ററുടെ BJP മെയ്റ്റേയി മിനിസ്റ്ററുടെ വീട് കത്തിക്കുന്നു. അപ്പൊ ഈ മെയ്റ്റേയി അൾട്രാ സംഘടനകൾ ദേ ആർ ഫ്യൂരിയസ്. കാരണം അവരെ വിചാരിച്ച അജണ്ടയൊന്നും നടന്നിട്ടില്ല. അപ്പൊ അവര് മെയ്റ്റേയി BJP MLA-മാരെയും മന്ത്രിമാരെയും വീടുകൾ അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്റ്റേജിലെത്തിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിലൊരു ഇതിൽ വലിയ പ്രശ്നമുണ്ട്. നമ്മളെ ആൾക്കാരെ കയറഴിച്ചു വിട്ട് മെയ്റ്റേയികളുടെ ഒരു വാഴ്ച, തേർവാഴ്ചയാണ്. ഇനീഷ്യലി കുക്കി മെയ്റ്റേയി കോൺഫ്ലിക്റ്റ് ഉണ്ടായി. കുക്കി ഏരിയയിൽ മെയ്റ്റേയ്സിനെ അറ്റാക്ക് ചെയ്തു. മെയ്റ്റേയ്സ് ഏരിയയിൽ കുക്കികളെ വ്യാപകമായിട്ട്, മണിപ്പൂർ ഇംഫാൽ വാലിയിലാണ് കൂടുതൽ അക്രമവും കൊലപാതകങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നീട് ഇപ്പോ മിനിഞ്ഞാന്ന് ഫ്രൈഡേ രാത്രി ഉത്തം എന്ന് പറയുന്ന, ഞങ്ങളുടെ പറയാ മെയ്റ്റേയ് പേര് പറയാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്, ഉത്തം എന്നാണ് അറിയപ്പെടുന്നത്. ഉത്തം എന്ന് പറയുന്ന ആളാരാന്നറിയോ? 2015 പട്ടാളത്തെ ആക്രമിച്ച ആംബുഷില് 16 പട്ടാളക്കാരെ കൊന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ആർമി പിടിച്ചു, 12 പേരെ. ഇവരേനെ 1500ഓളം വരുന്ന സ്ത്രീകള് ആർമി ക്യാമ്പ് വളഞ്ഞു മോചിപ്പിക്കുന്നു. ഇതൊന്നും ഇന്ത്യയുടെ ജനാധിപത്യത്തിന് ചേർന്നതല്ല. ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ കറുത്ത കുത്താണ്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു 30 ദിവസം 60 ദിവസം പ്രധാനമന്ത്രി കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് ഒരു പീസ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. പീസ് കമ്മിറ്റി എന്തിനാണ്? പീസ് കമ്മിറ്റി വെച്ചിട്ട് 30 ദിവസം കഴിഞ്ഞു. മെയ് അവസാനം വെച്ചതാണ് പീസ് കമ്മിറ്റി. കേന്ദ്രത്തിൽ നിന്ന് ആരും ഇല്ല ഇതില്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് മണിപ്പൂരിന് കൈയൊഴുകയാണോ? ശ്രീ ആന്റോക്കര, ഒരു സൈഡ് കൂടി നാം ഒന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ശ്രീ ആന്റോക്കര, ഞാനൊന്ന് ഇടപെടുകയാണ്. ഒരു സൈഡ് കൂടി നാം ചർച്ച ചെയ്യുന്നു. മറു സൈഡിൽ ഈ നടത്തുന്നില്ല, കേന്ദ്ര ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ there is something seriously wrong with Indian democracy. ശ്രീ ആന്റോക്കര, ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. പ്രത്യേകിച്ച് മറു സൈഡിൽ ഈ കുക്കി വിഭാഗത്തിന്റെ കയ്യിലും ആയുധങ്ങളുണ്ട്. അവരുടെ നേരെ ഉന്നയിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമുണ്ട്. ഈ പാരാ മിലിറ്ററി ഫോഴ്സസിന്റെ കയ്യിൽ പോലും ഇല്ലാത്ത ആയുധങ്ങൾ പ്രത്യേകിച്ച് ചൈനയിൽ നിന്നും മ്യാൻമാറിൽ നിന്നുമൊക്കെ അവർക്ക് ലഭിക്കുന്നു എന്ന ഗുരുതരമായ ഒരു ആരോപണം കുക്കി ഗ്രൂപ്പുകൾ സൂചിപ്പിച്ച ഇപ്പോ ഈ മെയ്റ്റേയ്സ്, ഞാൻ കുക്കി സൈഡ് ഒന്നല്ല, എനിക്ക് കുക്കി സൈഡിൽ വെച്ച് ഞാൻ തിരിച്ചു വരാൻ പോലും പറ്റാത്തതാണ്. എന്റെ ക്യാമറയൊക്കെ തകർത്ത് ഭാഗ്യത്തിനാണ് അവിടുത്തെ ജീവനോടെ രക്ഷപ്പെട്ടത്. അപ്പൊ ഞാൻ പറയുന്നു നമുക്ക് ആദ്യം സൈഡ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയുന്നു, ഒരുപാട് പ്രൊപ്പഗാൻഡ, വൺ സൈഡഡ് പ്രൊപ്പഗാൻഡ നാഷണൽ ലെവലിൽ നിന്നുണ്ട്. കുക്കികളും ട്രൈബൽസും നോർത്ത് ഈസ്റ്റിലെ ഇപ്പോ നാഗാസും എല്ലാം ആംഡാണ്, ബോഡോസും ആംഡാണ്, എല്ലാവരെയും ആംസ് ഉണ്ട്. അതിലെ വലിയ പ്രത്യേകിച്ച് ഒന്നും പുതിയതൊന്നുമില്ല. 2, ഇപ്പോ കുക്കികള് ഈ ഇല്ലീഗൽ ഇമിഗ്രേഷൻ, ഇപ്പൊ വളരെ ഫണ്ണി ന്യൂസ്, ഇപ്പൊ പ്രമോദ് സിംഗ് ആയിട്ട് ആ വയറിന്റെ ഇന്റർവ്യൂ ഞാൻ പറയാം, സത്യം അറിയാൻ താല്പര്യമുള്ളവർ കാണേണ്ടതാണ്. കാരണം ആ ഇത്രയും ഇന്ത്യയിലെ പേരെടുത്ത കരൺ താപ്പാർ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് എന്താണെന്നറിയോ? 1901 സെൻസസില് മണിപ്പൂരിൽ കുക്കികള് 14.5%, 14.5%.
2011 എന്ന് പറഞ്ഞ 110 വർഷം കഴിഞ്ഞ് മണിപ്പൂരിലെ കുക്കികൾ 16% എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 110 കൊല്ലത്തില് ഇത്രയും മൈഗ്രേഷൻ ഉണ്ടായിട്ടും ഇല്ലീഗൽ മൈഗ്രേഷൻ ഉണ്ടായിട്ടും മണിപ്പൂരിലെ കുക്കി റേഷ്യോ 1.5% മാത്രമേ കൂടിയിട്ടുള്ളെങ്കിൽ ഈ പറയുന്നതിലെല്ലാം എന്താ അർത്ഥമുള്ള? പ്രൊപ്പഗാൻഡ പലതും പറയാം. പിന്നെ മണിപ്പൂരിൽ ഇന്റർനെറ്റ് ഇല്ല. ആ മണിപ്പൂരിൽ ഇന്റർനെറ്റ് ഇല്ലാത്ത സമയത്ത് നമ്മുടെ നാഷണലിസ്റ്റ് മീഡിയയിൽ ഒരുപാട് പ്രൊപ്പഗാൻഡ വന്നിട്ടുണ്ട്. ആ ഒരു പ്രൊപ്പഗാൻഡയാണ് ഞാൻ പറഞ്ഞ എന്താണ്, ക്രിസ്ത്യാനികളാണ് ഇതിന് കാരണക്കാര്. RSS പറയുന്നു സഭയുടെ സപ്പോർട്ട് കൂടിയാണ് ഇതൊക്കെ നടത്തുന്നത്. സഭയുടെ സപ്പോർട്ട് എവിടെയാണ് കിടക്കുന്നത്? അതൊന്നും. രണ്ട്, ഇനി ഈ മെയ് 3-ാം തീയതി അവിടെ നടന്ന ഒരുപാട് പ്രൊപ്പഗാൻഡ ഇതിന്റെ പിന്നിലുണ്ട്. നമ്മൾ അറിയേണ്ടത് എന്താണ്? ഒരു രാജ്യത്തിൽ അരാജകത്വമുണ്ട്, ഒരു സംസ്ഥാനത്തിൽ അരാജകത്വം ഉണ്ട്. എന്നിട്ട് ഗവൺമെന്റ് എന്തുകൊണ്ട് ലോ ആൻഡ് ഓർഡർ ബൗണ്ട് ബൈ, പിന്നെ വളരെ BJP ഒരു ഓർഗനൈസ്ഡ് ഡിസിപ്ലിൻഡ് പാർട്ടി എന്ന് തന്നെ BJPക്കാരെ അവകാശപ്പെടുന്നു. അമിത്ഷാ മണിപ്പൂരിൽ പോകും മുന്നേ മെയ് 27-ന് ഞാൻ അവിടെയുണ്ട്, ഗുവാഹട്ടിയിൽ പറഞ്ഞൊരു പ്രസംഗമാണ്. എന്താണ് ഇതൊക്കെ? മണിപ്പൂരിലെ പ്രശ്നം ഒരു കോടതി വിധി കാരണമാണ്. അപ്പൊ അതിനു മുന്നേ മണിപ്പൂരിലെ ലോയേഴ്സ് അസോസിയേഷൻ സ്റ്റേറ്റ് ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്ത് സുപ്രീം കോടതിയിൽ പറഞ്ഞത് എന്താണ്? ഇത് ബിക്കോസ് ഓഫ് ദി ഇല്ലീഗൽ ഇമിഗ്രേഷൻ, പോപ്പി ട്രേഡിംഗ് ആൻഡ് ഓൾ ദാറ്റ്, അവരെ സ്റ്റോക്ക് അലിഗേഷൻ ആണ്. ഈ അലിഗേഷനൊക്കെ ഡിനേ ചെയ്തിട്ട് അമിത്ഷാ പറഞ്ഞത് എന്താണെന്നറിയോ? ഇത് ഒരു കോർട്ട് ഓർഡർ കൊണ്ടുള്ള പ്രശ്നമാണ്, ഞങ്ങൾ എല്ലാവർക്കും നീതി ഉറപ്പുവരുത്തും, സമാധാനപരമായിട്ട് തീർക്കും. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞ വളരെ മനോഹരമായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. പക്ഷേ ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി BJP നേതാവ്, സീനിയർ നേതാവ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്ററും അദ്ദേഹത്തെ ഖണ്ഡിക്കാൻ തയ്യപ്പെടില്ല. പക്ഷേ മണിപ്പൂരിൽ എന്താ സംഭവിച്ചത്? നെക്സ്റ്റ് ഡേ 2-ാം ദിവസം നമ്മുടെ മണിപ്പൂർ മുഖ്യമന്ത്രി ബിരൻ സിംഗ് പറയുകയാണ്, അമിത്ഷായുടെ പേരൊന്നും എടുത്ത ആള് പറഞ്ഞില്ല, ഇതൊക്കെ ഈ പോപ്പി ട്രേഡും ഇല്ലീഗൽ ഇമിഗ്രേഷനും ആണെന്ന്. എന്ന് പറഞ്ഞാൽ അമിത്ഷായെ ഖണ്ഡിക്കുകയാണ്. ഇന്ന് പ്രമോദ് സിംഗ് ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഈ മെയ്തേയ് ലിപ്പൂൺ എന്ന് പറയുന്ന സംഘടനയുടെ നേതാവായ പ്രമോദ് സിംഗ് പറയാണ് കരൺ താപ്പറിനോട്, ചീഫ് മിനിസ്റ്റർ ഇസ് മൈ ഹാർട്ട്. ശബ്ദമുയർത്തുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. അപ്പൊ മെയ്തേയ് അജണ്ടയാണ് ഇപ്പൊ മണിപ്പൂരിൽ നടക്കുന്നത്. BJPയുടെ പ്രശ്നം, BJPക്ക് കച്ചിട്ട് തുപ്പാനും വയ്യ, മതിരിച്ച് തുപ്പാനും വയ്യ, കച്ചിട്ട് ഇറക്കാനും വയ്യ. കാരണം എന്താണ്? മെയ്തേയികളാണ് BJPയുടെ ബേസ്, BJPയുടെ കോർ സീറ്റൊക്കെ കിടക്കുന്നത്. അപ്പൊ പറയും ഞങ്ങൾക്ക് കുക്കികളുടെ ഇടയിൽ നിന്ന് 7 സീറ്റ് കിട്ടിയിട്ടുണ്ടെന്ന്. കുക്കികളുടെ 10 സീറ്റില് 7 MLA-മാര് BJPക്കാരാണ്, ശരിയാണ്. പക്ഷെ നിങ്ങൾ അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്? BJP MLA-യും മുഖ്യമന്ത്രിയുടെ ഉപദേശകനുമായ വാൾത്തെ എന്ന് പറയുന്ന നേതാവ് അക്രമം തുടങ്ങി 2-ാം ദിവസം എന്ന് പറഞ്ഞ മെയ് 4-ാം തീയതി മുഖ്യമന്ത്രിയെ കാണാനായിട്ട് ഓഫീസിലേക്ക് ചെല്ലുന്നു. അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തെ ആക്രമിക്കുന്നു. എന്ത്? മുഖ്യമന്ത്രിയുടെ ആദിവാസി അഡ്വൈസറായ BJP MLA-യെ ആക്രമിക്കുന്നു. അദ്ദേഹത്തിന്റെ ഡ്രൈവർ കൊല്ലപ്പെട്ടു. ഗുരുതരമായി പരിക്ക് പറ്റിയ ആ മന്ത്രി അല്ലെങ്കിൽ അഡ്വൈസർ അപ്പോളോ ആശുപത്രിയിൽ ശ്വാസം കിട്ടാതെ വോക്കൽ കോഡ് പോയിട്ട് കിടക്കുകയാണ്. ശ്രീ നോബിൾ മാത്യു, പ്രത്യേകിച്ച് ഈ മണിപ്പൂരിൽ നടക്കുന്ന ആ ഒരു സംഘർഷം, കലാപം, നമുക്കറിയാം BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു മാസം മുമ്പ് വരെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ്, ലോക്സഭ ഇലക്ഷൻ ആയിക്കോട്ടെ, ഇനി വരാൻ പോകുന്ന 2026-ൽ വരാൻ പോകുന്ന നിയമസഭ ഇലക്ഷൻ ആയിക്കോട്ടെ, ഒരു അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. പക്ഷേ ശ്രീ ആൻഡോ അക്കര സൂചിപ്പിച്ചതുപോലെ ഈ ഒരു മണിപ്പൂർ സംസ്ഥാനത്തിന് വേണ്ടി, പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് നമുക്കറിയാം, കേരളത്തിൽ വരുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയൊക്കെ വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ്, നോർത്ത് ഈസ്റ്റിൽ അധികാരം പിടിക്കാൻ സാധിച്ചു, ഗോവയെ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ ഇനി കേരളത്തിൽ BJPയുടെ ഒരു സ്കോപ്പിന് ഒരു തിരിച്ചടി തന്നെയല്ലേ ഈ മണിപ്പൂരിലെ ഈ ഒരു വിഷയം? സമാനതകളില്ലാത്ത രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണങ്ങൾ അവിടെ സന്ദർശിച്ചവർ ഉന്നയിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ശ്രീ നോബിൾ മാത്യു. നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. നമ്മുടെ മണിപ്പൂർ ഇഷ്യൂ കേരളത്തിൽ തിരിച്ചടി ഉണ്ടാവുമോ എന്നുള്ളതാണല്ലോ ആ ചോദ്യം. നമുക്കറിയാം, ഇപ്പൊ കേരളത്തിൽ BJPക്ക് ഇപ്പൊ MP-മാരൊന്നുമില്ല. കേരളത്തിൽ BJPക്ക് MP-മാരില്ലാഞ്ഞിട്ടും കേരളത്തിന് വാരി കോരി കൊടുത്ത ഒരു മന്ത്രിസഭയാണ് കേന്ദ്രം ഭരിക്കുന്നത്.
കേരളത്തിലെ വന്ദേ ഭാരത് ട്രെയിൻ ഉൾപ്പെടെ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ പോയാൽ അറിയാം അതിന്റെ വ്യത്യാസം. കേരളത്തിലെ ആരോഗ്യ രംഗത്താണെങ്കിൽ നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററുകളൊക്കെ ഇനിയിപ്പം വെൽനസ് സെന്റേഴ്സായി മാറാൻ പോകുന്നു. ഇവിടെ മെഡിക്കൽ കോളേജുകൾ കൂടുതൽ വരുന്നു, ഇവിടെ എയിംസ് വരാൻ പോകുന്നു. ഇതൊക്കെ കേന്ദ്ര സർക്കാർ കൊടുത്ത ഇവിടെ റോഡുകൾ നന്നായിരിക്കുന്നു. അപ്പൊ ഇതുകൊണ്ട് ഈ മണിപ്പൂരിലെ ഒരു വിഷയം പെട്ടെന്ന് ഒരു തിരിച്ചടിയാകും എന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. ചിലർക്ക് ആ കാര്യത്തിൽ ഒരു വ്യാമോഹമുണ്ട്, അത് നടക്കില്ല. ഇപ്പൊ തന്നെ ആന്റോ ചേട്ടൻ അദ്ദേഹം സംസാരിച്ചല്ലോ. ആദ്യം അദ്ദേഹം പറഞ്ഞു അവിടെ ഹിന്ദുക്കൾ ഇല്ല എന്ന്, പിന്നീട് അദ്ദേഹം പറഞ്ഞു ഹിന്ദുക്കൾ ഉണ്ട് എന്ന്. പക്ഷെ വാസ്തവം അറിയാമോ, മണിപ്പൂരില് 40% ക്രിസ്ത്യാനികളുണ്ട്. അതിൻ്റെ അകത്ത് കുക്കികളിലുണ്ട്, മണിപ്പൂരിലെ നാഗായിലെ ഉണ്ട്, അതുപോലെ മെയ്ത്തികളിലുണ്ട്. 40% ക്രിസ്ത്യാനികളുടെ എല്ലാ സ്ഥലത്തുമായിട്ട് വ്യാപിച്ചു കിടപ്പുണ്ട്, എല്ലാ ഗോത്രവർഗങ്ങളിലുമായിട്ട്. മണിപ്പൂരിലെ 9% മുസ്ലിങ്ങളുള്ളത്. ബാക്കി 51% ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ചില പേരുകൾ വ്യത്യാസം കാണും. നമ്മുടെ ആ പേരുകൊണ്ട് അത് ആദ്യം അദ്ദേഹം പറഞ്ഞു അത് ഹിന്ദുക്കളില്ല, അതുകൊണ്ട് ഹിന്ദു ക്രിസ്ത്യൻ സംഘർഷമല്ലെന്ന് പറഞ്ഞു. അദ്ദേഹം ഹിന്ദുക്കളില്ല എന്ന് പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞത് മണിപ്പൂരിലുള്ളവരെല്ലാം ഹിന്ദുക്കളല്ല എന്നാണ്. ഹിന്ദുക്കൾ ഇല്ല എന്നല്ല, വ്യത്യാസമുണ്ട്. ലിസൺ കെയർഫുള്ളി കേട്ടോ, ശ്രദ്ധിച്ചു കേൾക്കണം. ചേട്ടൻ പറഞ്ഞപ്പോ ഞാൻ ഒരു അക്ഷരം മിണ്ടിയില്ല. ഞാൻ കുർബാന കാണുന്ന പോലെ ഇരുന്നു, വളരെ ഭയത്ത് ബഹുമാനത്തോടുകൂടി കണ്ടിരുന്നു. ചേട്ടൻ ഞാൻ പറയുമ്പോ എന്തിനാ കയറി പറയരുത് പ്ലീസ്. വിഷയമൊന്നും ഇവിടെ ബാധിക്കാൻ പോകുന്നില്ല. ഇവിടെ അത് ബാധിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് ചിലർ ശ്രമം നടത്തുന്നത്. ചേട്ടന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ചേട്ടൻ ഒരു കോൺഗ്രസ്സുകാരനാണെന്ന്. സ്ഥിരം ആ കോൺഗ്രസ്സുകാരനൊന്നും ഇപ്പൊ എന്തിനാ, ഇന്ന് രാഹുൽ ഗാന്ധി അവിടെ പോയി ആകാശത്തേക്ക് വെടിവെച്ചു. രാഹുൽ ഗാന്ധി അവിടെ ചെന്നിട്ട് ഈ ചേട്ടാ ഈ കുക്കികളിലുണ്ടല്ലോ MLA-മാരുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ MLA-മാര് അതിലെ പകുതി MLA-മാര് ക്രിസ്ത്യാനികളാ. മെയ്ത്തികളിൽ ഭൂരിപക്ഷം MLA-മാർ ക്രിസ്ത്യാനികളാ. നിങ്ങളൊക്കെ അവിടെ ഭരിച്ചപ്പോ ഉണ്ടായിരുന്നോ? ഞാൻ അഭിമാനപൂർവ്വം, ഞാൻ മൈനോറിറ്റി മോർച്ചയുടെ നാഷണൽ വൈസ് പ്രസിഡന്റാ. ക്രിസ്ത്യാനികൾ എന്നല്ല, കത്തോലിക്കരാ. പരിശുദ്ധ പരമസിംഹാസനത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരാ. ഏകത്താവ് സ്ഥാപിച്ച സഭയുണ്ടല്ലോ, ആ സഭയെ നോക്കാനായിട്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാരൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ കാര്യങ്ങൾ നോക്കിക്കോളും. തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നവർ അവരെ തന്നെ തിരിച്ചു വരും. എന്താണ് ഞങ്ങൾ ചെയ്യുന്നത്? ഇപ്പോൾ ചിലരൊക്കെ വാളൂരിയിട്ടുണ്ട്. യേശു ഭഗവാനെ ഒറ്റിക്കൊടുക്കുന്ന സമയത്ത് പത്രോസ്ലീഹ വാളെടുത്ത് ഒരാളുടെ ചെവി വെട്ടി. അപ്പോൾ യേശു ഭഗവാൻ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 52-ാം വാക്യത്തിൽ വാളെടുത്തവൻ വാളാലെ മരിക്കുമെന്നാ പറഞ്ഞത്. അതുപോലെ ഇപ്പൊ ചിലരൊക്കെ വാളൊക്കെ ഇട്ട് വാലും പൊക്കി നടക്കുന്നുണ്ട്. അതൊക്കെ അങ്ങ് താത്തിട്ടാ മതി, ഇവിടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകും. ഞാൻ പറയുന്നില്ലല്ലോ, ഇവിടെ ഇതിനു മുമ്പ് മണിപ്പൂർ കലാപം ഉണ്ടായിട്ടുണ്ട്, നാഗാലാൻഡ് കലാപം ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞു. ആ വർഷങ്ങൾ കഴിഞ്ഞ് അന്നൊന്നും ഒരു പ്രധാനമന്ത്രിയും ട്വീറ്റ് ചെയ്തില്ല, ഒരു പ്രധാനമന്ത്രിയും ആശ്വാസവാക്കുകളൊന്നും പറഞ്ഞില്ല. ഇതൊക്കെ ആശ്വാസവാക്കൊക്കെ നമ്മുടെ മനസ്സിലാവേണ്ടത്, അല്ലാതെ പ്രകടിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ഒരു കൈ ചെയ്യുന്ന മറ്റേ കൈ അറിയാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് ചെയ്യേണ്ടത്. അതാണ് ക്രൈസ്തവ ധർമ്മം. ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. അതുകൊണ്ട് അതിലൊന്നും ആശങ്ക വേണ്ട. കേരളത്തിലും ഒരു വ്യത്യാസം വരുന്നില്ല. ഇപ്പൊ എന്താ, ഇതിനു മുമ്പ് കലാപം ഉണ്ടായപ്പോ കേരളത്തിൽ വാർത്തയില്ലായിരുന്നല്ലോ. ഇപ്പൊ മാത്രമായിട്ട് ഈ വാർത്ത വരാൻ കാരണം എന്താ? അപ്പൊ എന്തോ ഒന്നുണ്ട്. അപ്പൊ എന്തോ ഒന്നുള്ളത് അത് ഞങ്ങൾ പുറത്തെടുക്കും. അതുകൊണ്ട് ആരൊക്കെ അതിനകത്ത് ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ, ആ ഗൂഢാലോചന നടത്തിയതും തെറ്റായ വാർത്തകൾ കൊടുത്തിട്ടുണ്ടോ, അവരെയൊക്കെ പുറത്താകും. സത്യം പുറത്തു കൊടുക്കും. ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ് യേശു വിശ്വസിക്കുന്ന ആളാണ്. എന്നെങ്കിലും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ശ്രീ നോബൽ മാത്യു, ഒരു സംശയം. പ്രത്യേകിച്ച് നമുക്കറിയാം മണിപ്പൂരിലെ ഇംഫാൽ അതിരൂപതയുടെ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ല്യൂമോനൊക്കെ അദ്ദേഹത്തിന്റെ ഒരു പത്രപ്രസ്താവന അദ്ദേഹം കൃത്യമായി തന്നെ ഈ കലാപത്തിന്റെ ആദ്യഘട്ടത്തിലും പിന്നീട് ഇങ്ങോട്ടും ഒക്കെ വളരെയധികം ആശങ്ക ഉന്നയിച്ചുകൊണ്ട് പത്രപ്രസ്താവന ഇറക്കുന്നു. പിന്നീട് നമുക്കറിയാം ഈ ദിവസങ്ങളിലൊക്കെ KCBC-യുടെ നേതൃത്വത്തിൽ വളരെ അസാധാരണമെന്ന് വിശേഷിപ്പിക്കാം. ഈ ജൂൺ മാസം ആദ്യം നടന്ന KCBC സമ്മേളനത്തിൽ നമ്മുടെ സഭാപിതാക്കന്മാരൊക്കെ ഒന്നാകെ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് വല്ലാർപാടം ബസിലിക്കയിൽ പ്രാർത്ഥനയ്ക്കായി അണിനിരക്കുന്നു. വിവിധ രൂപതകളിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ പോലും കോതമംഗലം രൂപതയിൽ മണിപ്പൂർ സംഘർഷത്തിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് പ്രാർത്ഥന ജപമാല റാലികൾ നടക്കുന്നു. തൃശ്ശൂരിൽ ഇനി നടക്കാൻ പോകുന്നു, ഇരിങ്ങാലക്കുടയിൽ നടക്കാൻ പോകുന്നു, ചങ്ങനാശ്ശേരിയിലൊക്കെ നടന്നു. അപ്പോൾ ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് നമ്മുടെ പരിണിത പ്രജ്ഞരായ നമ്മുടെ സഭാ പിതാക്കന്മാർ തന്നെയാണ്. അവരുടെ ഉള്ളിൽ ഉള്ള ഒരു ആശങ്ക അത് കൃത്യമായി തന്നെ ഒന്ന് അഡ്രസ് ചെയ്യേണ്ടതല്ലേ? അവരുടെ ഉള്ളിലുള്ള ആശങ്ക ഇതാണ്. എന്തുകൊണ്ട് നമ്മുടെ അധികാരത്തിലുള്ളവർ, ഭരണകൂടത്തിലുള്ളവർ ഇതിന്റെ ഒരു സൊല്യൂഷനിലേക്ക് എന്തുകൊണ്ട് എത്തിക്കുന്നില്ല? ഇപ്പോൾ 2 മാസം പിന്നിട്ടല്ലോ, നമ്മുടെ ഒരു സംസ്ഥാനം കത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അവരുടെ ഒരു ആശങ്കയ്ക്ക് കൃത്യമായി തന്നെ വെറുതെ ഒരു കാർഡടിച്ച ഒരു ആശങ്ക ഉന്നയിക്കില്ലല്ലോ ശ്രീ നോബൽ മാത്യു.
അപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ചങ്ങനാശ്ശേരിയിലെ കാര്യം പറഞ്ഞു, കോതമംഗലത്തെ കാര്യം പറഞ്ഞു, കാഞ്ഞിരപ്പള്ളിയിലൊക്കെ ഇതൊക്കെ നടക്കുന്നുണ്ട്. അതിനൊക്കെ നടക്കുന്നതൊക്കെ നടക്കട്ടെ. അത് പൊതുജന അഭിപ്രായം ഉണ്ടാകുവാൻ വേണ്ടി ശ്രമിക്കും. അവരുടെ ഒരു ധാരണ അനുസരിച്ച് ബഹുമാനപ്പെട്ട വൈദികര്, ബഹുമാനപ്പെട്ട പിതാക്കന്മാരൊക്കെ അവര് സംസാരിക്കും. പക്ഷെ മറ്റൊരു കാര്യം നിങ്ങൾ ഓർക്കണം, ഇന്ന് ചങ്ങനാശ്ശേരിയില് SDPIയുടെ നേതൃത്വത്തിൽ അവിടെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിനെതിരെ ഒരു സമരം, SDPIയുടെ നേതൃത്വത്തിൽ അവിടെ സമാധാനം സ്ഥാപിക്കാൻ സമരം. അത് എന്താ കാര്യം? ഈ SDPI അവിടെ ഉള്ളവന്മാരെ ഒക്കെ ഞങ്ങൾ പുറത്തിയാടിച്ചിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ പ്രശ്നം ഉണ്ടായപ്പോൾ അവന്മാര് പലരും PFIയിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ പലരും അജിത് ഡോവലിന്റെ ആൾക്കാർ അവരുടെ വീട്ടിൽ ചെന്ന് മാളത്തിൽ ഒളിച്ചിരുന്നവന്മാരെയൊക്കെ പുറത്താക്കിയിട്ടുണ്ട്. അതുപോലെ ചില കക്ഷികള് ഇപ്പൊ അവിടെ അവർക്ക് കോൺഗ്രസും മാർക്സിസ്റ്റും ഒക്കെ പിന്തുണ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ ചില കക്ഷികൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് തീരുവേ ഉള്ളൂ. അത് ധാരണകളല്ല. ഈ മണിപ്പൂർ കലാപത്തെ കുറിച്ച് നമ്മുടെ പലർക്കും ധാരണകളല്ല, തെറ്റിദ്ധാരണകൾ തന്നെയാണ് ഉണ്ടായത്. ആ യഥാർത്ഥ പുറത്തു കൊണ്ടുവരും എന്നുള്ളതായിട്ട് ഒരു സംശയവും വേണ്ട. ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ക്രൈസ്തവ സഭ നേതൃത്വത്തിലേക്ക് ഒരു റീച്ച് ഔട്ട് BJP നേതൃത്വം നടത്തുമെന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും തെറ്റിദ്ധാരണകൾ നീക്കുവാൻ വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് അനുകൂലമായിട്ട് പൊതുജനാഭിപ്രായം സംഘടിപ്പിക്കാൻ വേണ്ടി അതാണല്ലോ രാഷ്ട്രീയ പ്രവർത്തനം. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സേവനമുഖമുണ്ട്, സമരമുഖമുണ്ട്, പ്രചാരണമുഖമുണ്ട്. അപ്പോ ഇപ്പോൾ നമ്മൾ അവിടെ സഹിച്ച അവിടെ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ എത്തിക്കും. നല്ല നിലയിൽ എത്തിച്ചു കഴിയുമ്പോൾ പ്രചാരണം സ്ഥിരം നടത്തുക, അതല്ലേ രാഷ്ട്രീയ പാർട്ടി. അപ്പൊ അതിനെതിരെ പ്രവർത്തിച്ചിരുന്ന വിധ്വംസക ശക്തികൾ, രാജ്യദ്രോഹ ശക്തികൾ, അതിനെതിരെ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്ന ആൾക്കാർ, ഇവരെയൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ അവരെല്ലാവരെയും പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. ഓക്കെ. ശ്രീ നോബൽ മാത്യു, മറ്റൊരു കാര്യം കൂടി ശ്രീ ആൻഡോക്കര സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് അത് നമുക്ക് വളരെ എവിഡന്റ് ആണ്. ഈ RSSന്റെ മുഖപത്രമായ ഈ ഓർഗനൈസറിലൊക്കെ വരുന്ന ചില ലേഖനങ്ങളുണ്ട്, ഈ ക്രൈസ്തവ സഭയെ ടാർഗറ്റ് ചെയ്തിട്ട് ഒക്കെയുള്ള ലേഖനങ്ങൾ. ഇപ്പോൾ അവിടെ നടക്കുന്ന കലാപം ചർച്ച് സ്പോൺസേഡ് ആണ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം ശ്രീ ആൻഡോക്കരയുമായി നടത്തിയ തന്നെ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത്തരത്തിലുള്ള റൈറ്റ് വിങ് എക്സ്ട്രീമിസ്റ്റ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, നോർത്ത് ഈസ്റ്റ് ഹാസ് ബീൻ ലീസ് ടു ക്രിസ്ത്യൻസ് ബൈ നെഹ്റു സിൻസ് 1960. അപ്പൊ ഇത്തരത്തിലുള്ള ഈ വാർത്തകളൊക്കെ, വളരെ വിദ്വേഷം ജനിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ലേഖനങ്ങളൊക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് BJP ആണ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മദർ പാർട്ടി അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന ഒരു സംഘടന നിലയിൽ RSS നമുക്ക് വിശേഷിപ്പിക്കാം. അത് ശരിക്കും BJPക്ക് ഒരു തിരിച്ചടി തന്നെയല്ലേ? പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഒരു അവാസ്തവമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ. ശ്രീ നോബൽ മാത്യു. അതിന് ഒന്നാമതേ ഈ ആൻഡോ ചേട്ടനൊക്കെ RSSനെ കുറിച്ച് ഒരു ചുക്കും അറിയത്തില്ല. RSS എന്താണെന്ന് അവർക്ക് ഒരു കാര്യം അറിയത്തില്ല. RSSനെ കുറിച്ച് അറിയണമെങ്കിൽ ഒന്നില്ല, ചിലര് പുറത്തു വന്ന് കാണും, ചിലര് അകത്ത് വന്നറിഞ്ഞെങ്കിൽ RSS എന്താണെന്ന് പറയാനൊക്കെ ഉള്ളൂ. ഇവിടെ ചേട്ടനൊന്നും RSSനെ കുറിച്ചോ ഓർഗനൈസറിനെ കുറിച്ചോ ഒന്നും അറിയത്തില്ല. ഓർഗനൈസറിൽ വന്ന ലേഖനം നിങ്ങൾ കാണിക്കേ. ഓർഗനൈസറിൽ ഒന്നും അങ്ങനെ ലേഖനം വന്നിട്ടില്ല. പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു ബഞ്ച് ഓഫ് തോട്ട്സിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ബഞ്ച് ഓഫ് തോട്ട്സില് നമ്മുടെ ഉത്തരേന്ത്യയിൽ നടന്നിരുന്ന കാര്യങ്ങളെ കുറിച്ച്, അത് എനിമീസ് ഓഫ് ദ നേഷൻ, അന്ന് എനിമീസ് ഓഫ് ദ നേഷൻ എന്ന് പറഞ്ഞ നാഗാലാൻഡിലൊക്കെ അവിടെ അതിനെക്കുറിച്ച് എഴുതിയ എന്താണ്, അന്ന് ഒരു ഭരണാധികാരികൾ അവിടെ ചെന്നാൽ ഇന്ത്യൻ ഡോഗ്സ് ഗോ ബാക്ക് എന്ന് പറഞ്ഞിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. അവരൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നു കാര്യങ്ങൾ. അപ്പം ഇന്ത്യക്കെതിരെ, ഭാരതത്തിനെതിരെ ആരെങ്കിലും നിന്നാൽ അത് RSS എതിർക്കും. ഭാരതത്തിനെതിരെ ആരും നിൽക്കത്തില്ല. RSSന് ക്രൈസ്തവരോട് ഒരു വിരോധമില്ല, ഹൈന്ദവരോട് പ്രത്യേക മമതയില്ല, അതുപോലെ മുസ്ലിങ്ങളോട് ഒരു വിരോധമില്ലാത്ത സംഘടന RSS. അത് നിങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ നല്ലൊരു ശുദ്ധമായ ക്രിസ്ത്യാനിയാണ്. ഞാൻ BJPയുടെ പ്രവർത്തകൻ നേതാവ് എന്നതിൽ അപ്പുറത്ത് ഞാനൊരു രാഷ്ട്രീയ സ്വയം സേവകനാ. ഈ ചേട്ടൻ വന്നിട്ട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, ഞങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടാ കയറിയ, അല്ലാതെ ചുമ്മാ ഒന്നുമല്ല കാഞ്ഞിരപ്പള്ളിക്കാരൻ അച്ഛൻ ഇതിനകത്ത് കയറിയിരിക്കുന്നത്. ഞങ്ങള് ഒരു കൃഷിയാണെങ്കിലും ആ കൃഷിയെ കുറിച്ച് പഠിച്ചിട്ടേ ചെയ്യുള്ളൂ. അതിന് ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു വിട്ട ആൾക്കാരൊക്കെ ഉണ്ട്. അതൊന്നും നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ആരും വറി ചെയ്യണ്ട. സംഘടനയാ ഞങ്ങളുടെ പാർട്ടിയിൽ എന്ന് പറഞ്ഞാൽ RSSന്റെ നിയന്ത്രണമല്ല. ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങൾ പറയാം വിവിധ ക്ഷേത്ര സംഘടനകൾ എന്ന് പറഞ്ഞാല് BJPയിലെ നിയന്ത്രിക്കുന്ന RSS ആണെന്നും ഇതല്ല. ഇപ്പൊ ഹൈക്കമാൻഡ് അവിടെ നിയന്ത്രിക്കുന്ന പോലൊന്നുമല്ല. ഇതിന് വിവിധ ക്ഷേത്രങ്ങളിൽ പ്രവർത്തിക്കാനുള്ള ആൾക്കാരെ വിട്ടുകൊടുക്കും. പണ്ട് ആദ്യമേ സംഘം തുടങ്ങിയ സമയത്ത് ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ അടുക്കല് നമ്മുടെ നേതാക്കന്മാര് ചെന്നു, കുറെ ഇവിടെ നമുക്കൊരു രാഷ്ട്രീയ പ്രസ്ഥാനം വേണം എന്ന് പറഞ്ഞപ്പോഴത്തേന് അദ്ദേഹം ചെയ്തത്, അതിനുശേഷം ഗുരുജിയുടെ അടുക്കൽ ചെന്നപ്പോൾ ഗുരുജി കുറെ പ്രവർത്തകരെ അങ്ങോട്ട് വിട്ടുകൊടുത്തു. അവരാണ് പിന്നീട് BJP പടുത്തുയർത്തിയതും ഏകാത്മ മാനവ ദർശനം കൊണ്ടുവന്നതും അന്ത്യോദയം കൊണ്ടുവന്നതും.
അല്ലാതെ നേരിട്ടുള്ള നിയന്ത്രണമോ അച്ചട്ടായിട്ടുള്ള ഇങ്ങനെ പട്ടാളച്ചിട്ട പോലെയൊന്നും അല്ല. ഇതെല്ലാം പരസ്പര പൂരകമായിട്ട് പ്രവർത്തിക്കുന്ന. പക്ഷെ ആ പാർട്ടി അച്ചടക്കം ഞങ്ങൾ എല്ലാവരും പാലിക്കും. ഇത് ഇവിടെ കള്ളപ്രചരണം എത്രയോ നടത്തിയിരിക്കുന്നു. ആ പ്രചരണങ്ങളൊന്നും നല്ലതല്ല. RSSന്റെ സർസംഘചാലക് ഈ അടുത്ത കാലത്ത് നമ്മുടെ പാറശാലയിൽ വന്നിരുന്നു, തിരുവനന്തപുരത്ത്. അന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇവിടെ ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദം ഉണ്ടാക്കേണ്ടത് ആഗ്രഹിക്കുന്ന പ്രസ്ഥാനം RSS. പക്ഷേ ആ മതസൗഹാർദ്ദം ഉണ്ടാക്കരുതെന്ന് ആഗ്രഹിക്കുന്ന പ്രസ്ഥാനം അതാരാണ്? മതേതരത്വം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർത്തു. എന്താണെന്നറിയാവോ? മതേതരത്വം എഴുതി ചേർത്ത് 1975 അതിനു മുമ്പ് ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ ഒരു വാക്കില്ലായിരുന്നു. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ having solemnly resolved to constitute India into a supreme sovereign democratic republic and to promote them among all fraternity എന്ന് പറഞ്ഞു വരുന്ന ആ ഭാഗം, assuring the individual dignity of the individual, ആ പറയുന്ന ഭാഗത്ത് അല്ല ഇല്ലായിരുന്നു. എന്തിനു വേണ്ടിയാണ് സെക്യുലറിസം ചേർത്തത്? സെക്യുലറിസം എന്ന് പറഞ്ഞ ഒരർത്ഥമുണ്ട്. ബാക്കി എല്ലാ ഭാഗവും എന്താ അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്തു. ഞാൻ ആന്റിയോക്കരയിലേക്ക് ഒന്ന് പോകേണ്ടിയിരിക്കുന്നു. കാരണം ശിഥിലീകരിക്കുവാൻ ചില ലാഭങ്ങൾക്ക് വേണ്ടി അത് കൊണ്ടുവന്നതൊക്കെയുണ്ട്. അന്ന് സുപ്രീം കോടതി ഒന്നും മിണ്ടിയിട്ടില്ല. ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റണമെങ്കിൽ കേശവാനന്ദ ഭാരതി വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. അതും 13(7) ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റരുത് ഭരണഘടനാ ഭേദഗതിയിൽ നിന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. 13(7)(6) എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ എന്ത് സെക്യുലറിസം ചേർന്നപ്പോ ആരൊന്നും വേണ്ടില്ല. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എന്തിനാ അങ്ങനെ ഒരു വാക്ക് ചേർക്കേണ്ട കാര്യം? ഇവിടെ ഭാരതം എന്ന് പറഞ്ഞാൽ ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഭാരതം ഡെമോക്രാറ്റിക് കൺട്രിയായി മാറി, സെക്യുലർ കൺട്രി തന്നെയാണ്. അപ്പുറത്ത് മറ്റേ പാകിസ്ഥാൻ തിയോക്രാറ്റിക് കൺട്രി ആയിരുന്നു. അപ്പൊ അതിനൊന്നൊക്കെ ചുമ്മാ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ഇവര് BJP ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഞാൻ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, ഇവര് മഹാഗഡ്ബന്ധനൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇന്നൊരു കൊടുങ്കാടാണ്. അതിൻ്റെ അകത്ത് കാട്ടുപോത്തുണ്ട്, കുരങ്ങുണ്ട്, അതുപോലെ കാട്ടാനയുണ്ട്, അതുപോലെ ക്ഷുദ്രജീവികളുണ്ട്, മൂർഖമ്പാമ്പുണ്ട്, അണലിപ്പാമ്പുണ്ട്. ഇതെല്ലാം കൂടെ കൂടി തീരാൻ പോവാ. ഇതെല്ലാം കൂടെ കൂടി ഒന്നായാലും ഭാരതീയ ജനതാ പാർട്ടിക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ഭീഷണിയുമില്ല. 400 സീറ്റുമായിട്ട് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. രാഷ്ട്രീയം രണ്ടല്ല, രാഷ്ട്രീയത്തിൽ ഒന്നും. ഞാൻ സമയപരിമിതി മൂലമാണ് ഇടപെടുന്നത്. അങ്ങേക്ക് നല്ലൊരു സമയം തന്നെ അങ്ങേക്ക് ലഭിച്ചു. ശ്രീ ആന്റോക്കര, പ്രത്യേകിച്ച് നോബിൾ മാത്യു, വളരെ ഒരു ലിസ്റ്റ് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങേക്കെതിരെ അങ്ങ് പറഞ്ഞതിനെതിരെയുള്ള ഖണ്ഡിച്ചുകൊണ്ട് പല ആരോപണങ്ങളും ഉന്നയിക്കുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരനാണ് എന്നുള്ള രീതിയിൽ. ഒപ്പം തന്നെ ഈ ഓർഗനൈസറിൽ വന്ന ചില ലേഖനങ്ങളുടെ ഒരു ആധികാരികതയും അദ്ദേഹം ചോദ്യം ചെയ്യുകയുണ്ടായി. പിന്നീട് ഏറ്റവും ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ സെക്യുലർ എന്നൊരു വാക്ക് 1975 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ അത് ആഡ് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള സംഭാവനകളുടെ ഒക്കെ ഒരു കാര്യം കൂടി അദ്ദേഹം പറയുകയുണ്ടായി. അതിനുള്ള മറുപടി ശ്രീ ആന്റോക്കര. അല്ല, എനിക്ക് ഒന്ന് പറയാനുള്ളത്, ഈ നോബിൾ തോമസിന് എങ്ങനെയാണ് ഞാൻ കോൺഗ്രസ്സുകാരനെന്ന് നമ്മൾ ഒരു പാർട്ടി ഇല്ലാത്ത ഒരു ന്യൂട്രൽ ആയിട്ടുള്ളവരാണ് നമ്പർ 1. പിന്നെ RSSനെ കുറിച്ച് എന്നേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് അറിയുന്ന അദ്ദേഹം അവകാശപ്പെടുന്നു. 1992 ബാബ്രി മസ്ജിദ് പൊളിച്ചപ്പോൾ BJP വൈസ് പ്രസിഡന്റ് KR മൽക്കാനിയെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ജേർണലിസ്റ്റ് ആണ്. 33 കൊല്ലമായിട്ട് ഇതൊക്കെ വളരെ വാച്ച് ചെയ്യുന്നതാണ്. പിന്നെ ഓർഗനൈസർ കാണിച്ചു തരാൻ പറയുന്നതൊക്കെ നിങ്ങൾ ബാലിശാണ്. ഒരു ഇന്റർനാഷണൽ ജേർണലിസ്റ്റിനോട് ഓർഗനൈസർ കോപ്പി നെറ്റിൽ പോയ കിടപ്പുണ്ട്. ഒരുപാട് ഹെഡ്ലൈൻസ് വന്നിട്ടുണ്ട്, മനസ്സിലായോ? ഇതൊക്കെ ഞങ്ങൾ വായിച്ചിട്ടല്ല, ഇതൊക്കെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. ഇനി ഈ ഓർഗനൈസറിന്റെ സ്റ്റൈല് പറഞ്ഞു തരാം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ. കണ്ടമാലിയിലെ ഒരു കന്യ, നിങ്ങൾ സത്യക്രിസ്ത്യാനിയാണ്, കുർബാന ചൊല്ലുന്ന കാണുന്നല്ലോ പറഞ്ഞേ, ബൈബിളൊക്കെ ഒരുപാട് കോട്ട് ചെയ്തില്ലേ? ഒരു കന്യാസ്ത്രീയുടെ 2 കയ്യിൽ കയറി നിന്ന് 3ാമത് ഒരാൾ ബലാത്സംഗം ചെയ്തിട്ട് ആ കന്യാസ്ത്രീയെ ഹാഫ് നേക്കഡ് ആയിട്ട് കണ്ടമാലിയിൽ നടത്തി കഴിഞ്ഞിട്ട് ഈ ഓർഗനൈസറിലെ ആർട്ടിക്കിൾ വന്ന് എന്താണെന്നറിയോ? നൺസ് റേപ്പീസ് എക്ലേസിയാസ്റ്റിക്കൽ ആഫ്റ്റർ തോട്ട്. കന്യാസ്ത്രീ ബലാത്സംഗം ചെയ്ത് സഭയുടെ കെട്ടുകഥയാണ്. ഇങ്ങനത്തെ കല്ല് വെച്ച് നുണകൾ പറഞ്ഞു നടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഓർഗനൈസർ മിസ്റ്റർ നോബിൾ മാത്യു. നിങ്ങൾ അതിന്റെ കോപ്പികളൊന്ന് നെറ്റിൽ പോയിട്ട് നോക്കി, അല്ലെങ്കിൽ RSS ഓഫീസിൽ പോയിട്ടൊന്ന് മറിച്ചു നോക്ക്. ഇത് അറിയില്ലെന്ന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. ഓർഗനൈസർ പോയിസൺ, സ്പ്രെഡിങ് പോയിസൺ ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ പീപ്പിൾ. ഒരു ഡൗട്ടും വേണ്ട അതിനെ കുറിച്ച്. നിങ്ങൾ ക്രിസ്തുവും സത്യവും വഴിയും ജീവനും എന്നൊക്കെ പറഞ്ഞില്ലേ? ഏത് വഴി കൂടെ നിങ്ങൾ പോണെന്ന് ദൈവത്തിന് മാത്രം അറിയുള്ളൂ. അതൊക്കെ പോട്ടെ. ഞാൻ പറയുന്നു, ഓർഗനൈസറിന്റെ
സംഘപരിവാറിന്റെ പ്യുവർ ഹാൻഡ് അവിടെയുണ്ട് മണിപ്പൂരില്. നിങ്ങൾ ഈ കാടടച്ച് വെടിവെച്ച് എന്തെല്ലാം വിഷയങ്ങൾ നിങ്ങൾ പറഞ്ഞു. മണിപ്പൂരിൽ നിന്ന് ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ 15 മിനിറ്റിൽ മണിപ്പൂർ എന്നുള്ള വാക്ക് പറഞ്ഞോ? ഒരു രാജ്യത്ത് കത്തിച്ചാമ്പലാകുന്നു. വെടിയേറ്റ ഒരു കുഞ്ഞിനെ ആംബുലൻസിൽ അമ്മയും കൊണ്ടി ആംബുലൻസ് കത്തിക്കുന്നു. എന്നിട്ട് ഇതൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല, പ്രധാനമന്ത്രിക്ക് പ്രശ്നമല്ല. മലപ്പുറത്ത് വോട്ട് പറഞ്ഞാൽ പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്യും ഇല്ലേ? ഈ പ്രധാനമന്ത്രിക്ക് പറഞ്ഞുകൂടെ ഈ ആംബുലൻസ് കത്തിച്ചത് ഷെയിം ഫോർ ദ കൺട്രി എന്നൊരു ട്വീറ്റ് ചെയ്യാൻ പറ്റില്ലേ? എന്തുകൊണ്ടാ പറ്റാത്ത? ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇത് പറഞ്ഞു. കേരള സ്റ്റോറി പ്രധാനമന്ത്രി എന്താ പറഞ്ഞ്, ഐ ലൈക്ക് ഇറ്റ്, ഐ വാച്ച്ഡ് ഇറ്റ് അല്ലെ? ഈ മണിപ്പൂർ കത്തുന്നതൊന്നും പ്രധാനമന്ത്രി കണ്ടിട്ട് ഒരു പ്രതികരണവും ഇല്ല. നിങ്ങൾ ഈ പറയുന്ന ഇതൊക്കെ ജാടയാണ്, മനസ്സിലായോ? അവിടെ മണിപ്പൂരിലെ പ്രശ്നം, മണിപ്പൂരിൽ ഞാൻ മണിപ്പൂരിൽ ഹിന്ദുക്കളില്ല എന്നല്ല ഞാൻ പറഞ്ഞേ. മണിപ്പൂരിലുള്ള മെയ്റ്റൈകൾ മുഴുവൻ ഹിന്ദുക്കളല്ല എന്നാ പറഞ്ഞു, മനസ്സിലായി? ലോട്ട് ഓഫ് ഡിഫറൻസ്. ഈ മെയ്റ്റൈകളിൽ ഒരു ഫണ്ടമെന്റലിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട്. അവരെ സംഘപരിവാറിന്റെ സപ്പോർട്ടോടെ ഹിന്ദുവായിട്ട് കോഓപ്റ്റ് ചെയ്യുന്ന ഒരു കൺസേർട്ടഡ് എഫേർട്ട് നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള 2 ഓർഗനൈസേഷൻസ് ആണ് ആറാംബൈ തെങ്കോൾ. അത് നമ്മൾ പ്രൈം മിനിസ്റ്റർ മോദി ഗുജറാത്തിലെ ചീഫ് മിനിസ്റ്റർ ആയിപ്പോ ഉപയോഗിച്ച സ്ട്രാറ്റജിയാണ്. എന്ത്? ഗുജറാത്തി അസ്മിത, ഗുജറാത്തി അഭിമാനം. അതുപോലെ ആറാംബായി എന്ന് പറയുന്ന വാക്ക് തന്നെ മെയ്റ്റൈകൾ ഉപയോഗിക്കുന്ന ഒരു കഠാരയാണ്. ആ കഠാരയുടെ പേരിലാണ് ആറാംബൈ തെങ്കോൾ എന്ന് പറഞ്ഞ സംഘടന തന്നെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അവരൊരു മിലിറ്ററി, സെമി മിലിറ്ററി കാഡറാണ്. അങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷനും ആറാംബൈ ലിംപൂൺ, അതിന്റെ പ്രമോദ് സിംഗ് നിങ്ങൾ ആ വയറിന്റെ ഇന്റർവ്യൂ, കരൺ താപ്പറായിട്ടുള്ള പ്രമോദ് സിംഗ് ആറാംബൈ ലിംപൂൺ മറ്റേ മെയ്റ്റൈ ലിംപൂൺ എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ പ്രസിഡന്റ് പറയാണ്, അദ്ദേഹം പറയാണ് കുക്കികളൊക്കെ ഔട്ട്സൈഡേഴ്സ് ആണെന്ന്. ഇതെല്ലാം വളരെ ആക്ച്വലി സെഡിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. കുക്കികളൊക്കെ ഔട്ട്സൈഡേഴ്സ് ആണെന്ന്. കുക്കികൾ ഔട്ട്സൈഡേഴ്സ് ആണെന്ന് ആർക്കാ പറയാൻ പറ്റുക? ഇപ്പൊ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ഡിബേറ്റിൽ വന്നു. എന്താണ്? INA, സുഭാഷ് ചന്ദ്രബോസിന്റെ INA, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഒരു ഓഫീസ് മണിപ്പൂരിലുണ്ട്. അത് പോയി കാണുന്നത് നല്ലതായിരിക്കും. കാരണം അവിടെ 182 മെമ്പേഴ്സ് അതിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ ലിസ്റ്റ് ഉണ്ട്. അതിൽ 154 പേര് കുക്കികളാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ നാഷണൽ ആർമിയിലെ മെമ്പേഴ്സില് 154 പേര് കുക്കികളാണ്. അപ്പൊ കുക്കികളെ ഔട്ട്സൈഡ് ആയിട്ട് പ്രചരിപ്പിക്കുക. പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ ക്രിസ്ത്യാനികൾ മുഴുവൻ, കുക്കി ക്രിസ്ത്യാനികൾ. ഞാൻ കുക്കി ഓഫീസിൽ പോയിരുന്ന് ചർച്ച ചെയ്ത ആളാണ്. നിങ്ങളിവിടെ പത്രം വായിച്ചിട്ട് പറയുന്ന ഭാഷയല്ല ഞാൻ പറയുന്നത്. കുക്കി നേതാക്കന്മാരോട് സംസാരിച്ചതാണ്. അവർക്കൊക്കെ BJPയുടെ കൂടെ അലയൻസ് ഉണ്ടാക്കിയത് വലിയ തെറ്റാന്ന് എന്നോട് പറഞ്ഞതാണ്, മനസ്സിലായോ? BJPയുടെ കൂടെ അലയൻസ്. കുക്കി ജനങ്ങൾ മുഴുവൻ പറയും. നിങ്ങൾ പറഞ്ഞ ക്രിസ്ത്യാനികളുടെ ഒരു സപ്പോർട്ടും ഇല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞവരൊക്കെ കത്തോലിക്കരാണെന്ന്. കത്തോലിക്കരെ മണിപ്പൂരിലെ 2% ഇല്ലേ, അറിയോ? മണിപ്പൂരിലെ ക്രിസ്ത്യാനികള് നാഗാസും കുക്കീസും ഇവാഞ്ചലിക്ക് എല്ലാം കൂടി 40, അവിടെ 9% മുസ്ലിംസും ഇല്ല. നിങ്ങൾ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ കണ്ണടച്ച് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. 52% മെയ്റ്റൈകളാണ്, മനസ്സിലായ? പിന്നെ 43% ക്രിസ്ത്യാനികളാണ്. അപ്പൊ എത്ര ശതമാനമായി? 52, 43, 95ആയി. പിന്നെ 9% മുസ്ലിംസ് എവിടെ ഉണ്ടാവണേ? ബാംഗ്ലൂർ ഗാന്ധി സ്റ്റാച്യുവിൽ കഴിഞ്ഞ ഞായറാഴ്ച കാൻഡിൽ ലൈറ്റ് പ്രൊസഷൻ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഓരോ സിറ്റിയിലും പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ മാത്രമുള്ളൂ ഇങ്ങനെ പ്രൊട്ടസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഈ ജനങ്ങളെ വിഡ്ഢികളാക്കരുത്. നിങ്ങൾ സത്യം പറയൂ. സത്യമേവ ജയതേ മുണ്ടക ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഹിന്ദു പൈതൃകണ്ടെന്ന് വെച്ചാൽ ഉപനിഷത്ത് ഹിന്ദു പൈതൃകമാണ്. അങ്ങനെ സത്യമേവ ജയതേ എന്ന് പറയുന്നത് നമ്മുടെ ഉപനിഷത്തുകളിൽ എഴുതി വെച്ചതാണ്. ആ സത്യം മാത്രം പറഞ്ഞ് നിങ്ങൾ ഈ ഡിബേറ്റ് ഒക്കെ ജയിക്കാൻ ശ്രമിക്കും. സത്യം പറഞ്ഞ് ജനങ്ങളെ വിശ്വാസത്തിൽ നേടും. അല്ലാതെ നുണ പറഞ്ഞ് ഈ ജോസഫ് ഗീബിൾസ്, ഹിറ്റ്ലറുടെ പ്രൊപ്പഗാൻഡ മിനിസ്റ്റർ സ്ട്രാറ്റജി അല്ല ഈ രാജ്യത്ത് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഒരുപാട് നുണകൾ നിങ്ങൾ പറഞ്ഞു പരത്തുന്നു. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറഞ്ഞു വംശീയ അക്രമല്ലെന്ന്. ഒരു നഴ്സിനെ ഞാൻ കണ്ടു, മെയ്റ്റൈ ക്രിസ്ത്യൻ നഴ്സ്. അവര് പറയാണ്, എന്നോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ ജീവിക്കണമെങ്കിൽ ബൈബിൾ കത്തിക്കണം. ഈ ബൈബിൾ കത്തിക്കാൻ പറയുന്നത് ആരാ? ബൈബിൾ കത്തിച്ചാൽ നിങ്ങൾക്ക് എന്നിട്ട് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ വന്ന് പൂജ ചെയ്യണം എന്നൊക്കെ പറയുമ്പോ കണ്ടമാലിന്റെ ട്രൂ കോപ്പിയാണ്. നിങ്ങൾക്ക് പക്ഷെ അറിയില്ലായിരിക്കും. ഞാൻ നിങ്ങളെ കാര്യത്തിൽ ഇന്നസെന്റ് ആയിരിക്കാം, കാരണം നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരിക്കും, ഇത്രയും ഭീകരതയൊന്നും. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾ കാടടച്ച് വെടിവെക്കരുത്. വളരെ സ്പെസിഫിക് ആയിട്ട് അറിയാവുന്ന കാര്യങ്ങൾ പറയാ, അറിയാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്കിടയിലും പിതാക്കന്മാരുടെ ഇടയിലും ജനങ്ങളുടെ ഇടയിലും BJPയുടെ ക്രിസ്തീയ സ്നേഹം ശരിക്കും മനസ്സിലായി. നിങ്ങൾ കഴിഞ്ഞ ഈസ്റ്ററിന് അരമനകളും
ക്രിസ്ത്യൻ വീടുകളും പള്ളികളൊക്കെ കുറെ കയറി ഇറങ്ങിയില്ലേ? എന്തിനായിരുന്നു ഇതൊക്കെ? എന്നിട്ട് ഇത്രയും ജാട കണ്ടിട്ട് മണിപ്പൂരിൽ നടക്കുന്നത് തെറ്റ്. നിങ്ങളല്ലാതെ ഞാൻ കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസിലൊരു ഡിബേറ്റില് അന്ന് നിങ്ങളുടെ യുവമോർച്ചയുടെ ആരൊരു പ്രശാന്താന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ വെറുതെ ഇതൊക്കെ ഇങ്ങനെ കെട്ടിച്ചമച്ച് പറയണതാണ്, അങ്ങനെ ഒരു പ്രശ്നമില്ല. പ്രശ്നമുണ്ട് മണിപ്പൂരില്. മണിപ്പൂരിൽ കത്തിച്ച പള്ളികൾ കണ്ട് അതിന്റെ പിന്നിലൊക്കെ വർക്ക് ചെയ്തവരാരൊക്കെ അന്വേഷിക്കുമ്പോഴേ ഒരു സംഘടിത അക്രമം ക്രിസ്തു മതത്തിനെതിരെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അതാണ് മെയിൻ ഇഷ്യൂ എന്നല്ല ഞാൻ പറയുന്നത്. അണ്ടർ ദ കവർ ഓഫ് ദ എത്നിക് കോൺഫ്ലിക്റ്റ് ഈ വർഗീയ സംഘടനം മെയ്തേയികളും കുക്കികളും തമ്മിലുള്ള സംഘടനത്തിന്റെ പിന്നില് വളരെ സൂത്രത്തില് സംഘപരിവാറിന്റെ അജണ്ട നടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും അത് തുടരുന്നുണ്ട്. ഞാൻ തിരിച്ചു വരാം. അവസാനമായി ശ്രീ നോബിൾ മാത്യു, പ്രത്യേകിച്ച് കേരളത്തിലെ മീഡിയസ് ആയിക്കോട്ടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേരള ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ ഇടയിലായിക്കോട്ടെ, ഈ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ശക്തമായിട്ടുള്ള ഒരു ആന്റി BJP ചിന്താഗതി അല്ലെങ്കിൽ ആന്റി RSS ചിന്താഗതി മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങ് നേരത്തെ പറഞ്ഞു ഇതിന് പിന്നിൽ അങ്ങ് പറഞ്ഞു അവിടെ നടക്കുന്നത് ധാരണകളല്ല തെറ്റിദ്ധാരണകളാണ്. അങ്ങനെയെങ്കിൽ കൃത്യമായി BJPയുടെ സൈഡിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ സൈഡിൽ നിന്ന് തന്നെ കൃത്യമായിട്ടുള്ള ഒരു എൻക്വയറി, നിഷ്പക്ഷമായിട്ടുള്ള ഒരു എൻക്വയറി നടത്തേണ്ട ഒരു സമയം അതിക്രമിച്ചില്ലേ? അതിനുള്ളൊരു സാധ്യതയുണ്ടോ ശ്രീ നോബിൾ മാത്യു? ഒന്ന്, ബഹുമാനപ്പെട്ട ആൻഡോ ചേട്ടൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതൊക്കെ ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഞാൻ പറയുന്ന ഒന്നും ഇതല്ല. പിന്നെ ഓർഗനൈസറിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ചേട്ടന് ഓർഗനൈസർക്ക് വായിക്കുന്ന ആളായിരിക്കും. ഒരു 4 മാസം മുമ്പ് ഒരു ഓർഗനൈസറിൽ ഒരു ലേഖനം വന്നു, അഡ്വക്കേറ്റ് നോബിൾ മാത്യു, അതായത് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഓർഗനൈസറിൽ എഴുതുന്നയാളാ ഞാൻ. അപ്പൊ അതിൻ്റെ അകത്തൊന്നും ഒരു ക്രൈസ്തവ വിരുദ്ധതയോ ഒന്നുമില്ല. ഇവിടെ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് സംഘപരിവാർ അജണ്ട, അത് ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കാൻ എന്നൊക്കെ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ്. ഇതൊക്കെ തെറ്റാ. ചേട്ടന് ഉൾപ്പെടെ മനസ്സിലാവും അധികം താമസിയാതെ. ചേട്ടന് ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നതെന്നുള്ളത് എല്ലാം അറിയാമല്ലോ. അതൊക്കെ അധികം താമസിയാതെ മനസ്സിലാവും. അതുപോലെ സത്യമേവേ ജയതേ, ഞാനും അതാ തന്നെയാ പറഞ്ഞത്. സത്യം ജയിക്കും, സത്യം അവസാനം ജയിക്കും. അത് സാധാരണ ഇത്രയും കാലത്ത് ഉണ്ടായിരുന്ന അത്രയും കാലതാമസം ഉണ്ടാവത്തില്ല. പിന്നെ BJP CPM പോലല്ല. CPM ആണെങ്കിലും ഒരു സംഭവം നടന്ന, അതായത് പാർട്ടി അന്വേഷണമൊക്കെ നടന്നു, അതിനൊന്നും ആവശ്യമില്ല. അവിടെ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും വീഴ്ചയുണ്ടോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വീഴ്ചകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുക, അതിനെക്കുറിച്ചൊക്കെ നടപടികളും ഉണ്ടാകും. അപ്പൊ ഇതൊന്നും പക്ഷെ വീഴ്ചകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പണ്ട് ഇങ്ങനെ സംഭവം ഉണ്ടായപ്പോ ഗുജറാത്തിൽ എന്തെല്ലാം ഗുജറാത്ത് കലാപം ഉണ്ടായപ്പോ നരേന്ദ്രമോദിയെ എന്തെല്ലാം പറഞ്ഞു, ഭരണത്തിന്റെ വ്യാപാരി എന്നൊക്കെ പറഞ്ഞില്ലേ? പക്ഷെ അദ്ദേഹം പിടിച്ചു നിന്നില്ലേ? അങ്ങനെയുള്ള അതായത് സത്യത്തിന് വേണ്ടി നിന്നുകൊണ്ടാണ് പിടിച്ചു നിന്നത്. പിന്നെ അവിടെ തകർന്ന കാര്യം പറഞ്ഞു, ബാബറി മസ്ജിദ് തകർന്നപ്പോൾ. ആരാ ബാബറി മസ്ജിദ് തകർന്നപ്പോ പ്രധാനമന്ത്രി ആരായിരുന്നു? വാജ്പേയി ആയിരുന്നോ? നരസിംഹറാവു ആയിരുന്നു? ബാബറി മസ്ജിദ് തകർന്നപ്പോൾ ആ വീണ വായിച്ചുകൊണ്ടിരുന്ന ആരാണ്? നരസിംഹറാവു അല്ലേ? അവിടെ റോമാ സാമ്രാജ്യം കത്തെറിഞ്ഞപ്പോ വീണ വായിച്ചവരാണോ ഇപ്പൊ പറയുന്നത് അവിടെ ഒന്നും ചെയ്യുന്നില്ലെന്ന്? അതൊക്കെ ആ കാര്യങ്ങളൊന്നും ഇപ്പൊ പറയണ്ട. അവസാനം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന വിധിയുടെ അടിസ്ഥാനത്തിൽ അവിടെ ക്ഷേത്രം പണിയാനും പോകുന്നു. അപ്പൊ അതൊക്കെ പിന്നെയും പറഞ്ഞ് ഒരു കാര്യം കൺക്ലൂഡഡ് ട്രൂത്ത് അല്ലെങ്കിൽ കൺക്ലൂഡഡ് ലോ അതൊക്കെ പിന്നെയും പറഞ്ഞുകൊണ്ടെടുക്കുന്നത് എന്തിനാ? അതൊക്കെ പഴയ കാര്യങ്ങൾ നിങ്ങളിങ്ങനെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ആ പ്രശ്നങ്ങൾ തീരും, ആ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കും. അവിടെ ഉണ്ടായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, ആ ബുദ്ധിമുട്ടുകളൊക്കെ തീരും. അവിടെ ദേവാലയങ്ങൾ തകർത്തതൊക്കെ അത് അതേ രീതിയിൽ നല്ല രീതിയിൽ അത് സർക്കാർ തന്നെ അതിനകത്ത് അത് പുനഃസൃഷ്ടിക്കും, പുനർനിർമ്മിക്കുകയും ചെയ്യും. അതിനൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അവിടെ 2 വംശങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുമ്പോൾ തകർക്കുന്നത് അതെന്താണ്? സ്റ്റേറ്റ് ലയബിലിറ്റി ആയിട്ട് കണ്ടാ ചെയ്യുന്നത്. മനസ്സിലായോ? ആ സ്റ്റേറ്റ് ലയബിലിറ്റി ആയിട്ട് കണ്ടുകൊണ്ട് ചെയ്തുകൊണ്ട് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതായത് ശ്രീ നോബിൾ മാത്യു, അതായത് ഈ പലപ്പോഴും ഈ മെയ്തി വിഭാഗത്തിൽപ്പെട്ട ഈ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾ തകർക്കപ്പെട്ടു, ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു, വീടുകൾ തകർക്കപ്പെട്ടു. ഇനി ആ മണിപ്പൂരിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഇല്ലാത്ത രീതിയിൽ. അപ്പോൾ അങ്ങ് പറയുന്നത് തീർച്ചയായും അവരുടെ വസ്തുവകകൾ അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഒരു കോമ്പൻസേഷൻ അത് അവർക്ക് തിരിച്ച് ലഭിക്കത്തക്ക വിധത്തിൽ അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന ഒരു ജീവിത സാഹചര്യങ്ങൾ ഗവൺമെന്റ് സ്പോൺസേർഡ് ആയിട്ട് തന്നെ അവർക്ക് തിരികെ നൽകും എന്നൊരു ആശയമാണോ താങ്കൾ പങ്കുവയ്ക്കുന്നത്? സ്റ്റേറ്റ് ലയബിലിറ്റി ആയിട്ട് അത് ഏറ്റെടുക്കുന്നേ. അതിന് സാധാരണ നമ്മുടെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടായ സ്റ്റേറ്റിന്റെ ലയബിലിറ്റി ആയിട്ട് അത് ഏറ്റെടുക്കും. അതൊക്കെ അവിടുത്തെ പ്രശ്നങ്ങൾ. അവിടെ മുറിവുകൾ ഉണങ്ങുമ്പോൾ അതിന് പറ്റിയ എല്ലാ കാര്യങ്ങളും ചെയ്യും.
അല്ലാതെ അതിന്റെയൊക്കെ അതുകൊണ്ട് ഇപ്പൊ പ്രധാനമന്ത്രി അവിടെ പോയി ട്വീറ്റ് ചെയ്യണമെന്നുണ്ട്. അതൊക്കെ എല്ലാ കാര്യങ്ങളും അവിടെ ഭംഗിയായിട്ട് നടപ്പിലാകും. അതിനൊന്നും ഇവരുടെ ഒന്നും ഈ പറയുന്ന ഇവരെ പ്രചരണമൊക്കെ നടത്തിക്കോട്ടെ. ആ പ്രചരണങ്ങൾ നടത്തുമ്പോൾ അവർക്കും മനസ്സിലാവും, ഒരു സംശയവും വേണ്ട. അവിടെ തെറ്റ് ആര് കാണിച്ചിട്ടുണ്ടെങ്കിലും ആരുടെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുള്ള അതൊക്കെ കണ്ടുപിടിക്കും. അതിനെക്കുറിച്ചുള്ള നടപടികളൊക്കെ ഉണ്ടാവും. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടും. ഒരു കുറ്റവാളി പോലും രക്ഷപ്പെടാൻ അനുവദിക്കത്തില്ല. ഓക്കെ, അത് BJP-യുടെ സൈഡിൽ നിന്ന് ആയിക്കോട്ടെ, RSS-ന്റെ സൈഡിൽ നിന്ന് ആയിക്കോട്ടെ, ഒരു കുറ്റവാളി പോലും രക്ഷപ്പെടാൻ അനുവദിക്കുന്നില്ല. ആ ഒരു നിലപാടാണ് താങ്കൾ പറയുന്നത്. അതോ മറു സൈഡിൽ നിന്ന് ആയിക്കോട്ടെ, ഇരു സൈഡും, ഞാൻ ഒരു സൈഡ് മാത്രമല്ല പറയുന്നത്, BJP RSS ആയിക്കോട്ടെ, ഒപ്പം തന്നെ ഈ കുക്കി വിഭാഗത്തിന്റെ ഇടയിലുള്ള ആന്റി നാഷണൽ എലമെന്റ്സ് ആയിക്കോട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായാലും കുറ്റക്കാരനാണെങ്കിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ആ ഒരു ആശയമാണ് താങ്കൾ പങ്കുവെക്കുന്നത് അല്ലേ? റൂൾ ഓഫ് ലോ ആണ് അവിടെ നടക്കുന്നത്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ റൂൾ ഓഫ് ലോ അല്ലല്ലോ, നമ്മുടെ നിയമവാഴ്ചയാണ് നടക്കുന്നത്. ഇവിടെ കേരളത്തിൽ ഈ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ അറിയാം, അവിടെ റൂൾ ഓഫ് ലോ ആണ് നടക്കുന്നത്. ഈ അടുത്ത ദിവസം നമ്മുടെ കോട്ടയം രാജ്മോഹന്റെ വെട്ടിക്കുളങ്ങര രാജ്മോഹന്റെ ബസ്സിൽ നടന്ന സംഭവമൊക്കെ എല്ലാവർക്കും അറിയാം. നമുക്കറിയാം. നമ്മൾ സമയപരിധിയുള്ള ആ വിഷയങ്ങളിലേക്ക് കിടക്കുന്നില്ല. തീർച്ചയായും മുറിവുകൾ മണിപ്പൂരിൽ ഉണക്കപ്പെടണം. ഒപ്പം തന്നെ റൂൾ ഓഫ് ലോ അവിടെ നടക്കും. വളരെ നന്ദി. ഞാൻ സമയപരിമിതി മൂലം ചർച്ച കൺക്ലൂഡ് ചെയ്യാണ്. മണിപ്പൂരിൽ സമാനതകളില്ലാത്ത രീതിയിലുള്ള അക്രമ പരമ്പരകൾ നടക്കുന്നു. തീർച്ചയായും ആ അക്രമ പരമ്പരകൾക്ക് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരു ഇച്ഛാശക്തി ഭരണകൂടം കാണിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ പലരും ആശങ്കപ്പെടുന്നത് പോലെ പ്രധാനമന്ത്രി മൗനം വെടിഞ്ഞ് കൃത്യമായിട്ടുള്ള ഒരു ആഹ്വാനം, സമാധാനത്തിന് വേണ്ടിയിട്ടുള്ളൊരു ആഹ്വാനം നടത്തുക തന്നെ ചെയ്യണം. ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കപ്പെട്ടതിന് പിന്നിൽ പ്രവർത്തിച്ച ഗൂഢശക്തികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അവിടുത്തെ ഭരണകൂടത്തിന് സാധിക്കട്ടെ. ഈ ചർച്ചയിൽ വളരെ സജീവമായി തന്നെ പങ്കെടുത്ത ശ്രീ നോബിൾ മാത്യു, ഒപ്പം ശ്രീ ആൻഡോ ഗ്ര, രണ്ടുപേർക്കും നന്ദി.